പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഇന്നത്തെ ദിവസം നമ്മൾ സാമൂഹിക പരിഷ്കരണത്തിലേക്ക് കിടക്കുകയാണ്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനകൾ നമ്മുടെ PSCയുടെ സിലബസിൽ ആധികാരികമായി തന്നെ നൽകിയിട്ടുണ്ട്. ഈയിടെ PSC ചോദിച്ച ചോദ്യങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ഏറ്റവും പ്രാധാന്യത്തോടെ ചോദിച്ചതും ഈ മേഖല തന്നെയാണ്. അതുകൊണ്ട് ഏകദേശം 2023 മുൻപുള്ള പരീക്ഷകളെ അപേക്ഷിച്ച് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഈയിടെയായി PSC നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് SCERT പുസ്തകങ്ങളിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഒട്ടനവധി വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഈവൻ പുതിയ SCERT പുസ്തകങ്ങളിൽ പോലും അതൊക്കെയാണ് PSC ചോദ്യങ്ങളിൽ ആവർത്തിക്കാൻ സാധ്യത. അതുകൊണ്ട് അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇന്നേ ദിവസം ആദ്യ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന്റെ അഥവാ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കുന്ന രാജാറാം മോഹൻ റോയിയെ കുറിച്ചാണ്. രാജാറാം മോഹൻ റോയിയെ കുറിച്ച് ആധികാരികമായി നമ്മൾ ഇന്നേ ദിവസം പഠിച്ചുറപ്പിക്കും. അദ്ദേഹത്തിന്റെ എല്ലാ സംഭാവനകളും പ്രത്യേകതകളും നമ്മൾ പിടിച്ചുറപ്പിക്കും. അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ആധികാരികമായി തന്നെ നമുക്ക് ആരംഭിച്ചാലോ? മനസ്സിലാക്കി പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുവാനായിട്ട് ശ്രമിക്കുകയും വേണം. രാജാറാം മോഹൻ റോയ്, യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് അങ്ങനെയായിരുന്നോ? അല്ല, ഇദ്ദേഹത്തിന്റെ പേര് റാം മോഹൻ റോയ് എന്നായിരുന്നു. ഇദ്ദേഹം ബ്രാഹ്മണ സമുദായത്തിലെ ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസമനുസരിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ രാജാറാം മോഹൻ റോയ് ഉൾപ്പെടുന്ന കൂട്ടുകുടുംബം ചെയ്തു പോരുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യകാലഘട്ടത്ത് സഹോദരി ഹിന്ദുമത വിശ്വാസ പ്രകാരം വിവാഹം കഴിക്കുകയും പക്ഷേ ഭർത്താവ് മരണമടഞ്ഞതിനെ തുടർന്ന് ഹിന്ദുമതത്തിലെ ഒരു അനുഷ്ഠാനമായ സതി അനുഷ്ഠാനം നടത്തേണ്ടി വരികയും ചെയ്തു. സാധാരണഗതിയിൽ ഭർത്താവ് മരിച്ച ഭാര്യ ചിതയിൽ ചാടി ആത്മഹുതി ചെയ്യണം എന്നതായിരുന്നു സതി എന്ന കാഴ്ചപ്പാട്. ചില സ്ത്രീകൾ അത് ആചാരമല്ലേ, അനുഷ്ഠാനമല്ലേ എന്നൊരു കാഴ്ചപ്പാടോടുകൂടി അത് സ്വീകരിക്കാറുണ്ട്. മറ്റു ചിലരെ ബന്ധുക്കളും സമൂഹവും നിർബന്ധപൂർവം സതിയിലേക്ക് തള്ളിവിടാറുണ്ടായിരുന്നു. ഇവിടെ രാജാറാം മോഹൻ റോയിയുടെ സഹോദരിയെ സംബന്ധിച്ച് ബന്ധുക്കളും സമൂഹവും നിർബന്ധപൂർവം സതിയിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് ചെയ്തത്. കുട്ടിക്കാലത്ത് തന്നെ ഈ ഒരു ദാരുണമായ സംഭവം അല്ലെങ്കിൽ സഹോദരിയുടെ ദുസ്സഹമായ കരച്ചിൽ കാണാൻ ഇടവരികയും ഭാവിയിൽ തനിക്ക് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഉറപ്പായും ചെയ്യുമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടെയാണ് ഇദ്ദേഹം യൗവന കാലഘട്ടത്തിലേക്ക് കടക്കുക. ഇദ്ദേഹം യൗവന കാലഘട്ടത്തേക്ക് കടത്തുമ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്തിരുന്നു. ഒന്നുകിൽ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാം, അല്ലെങ്കിൽ ചില ഇന്ത്യക്കാര് തന്നെ പ്രാദേശികമായി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ഇദ്ദേഹം പാശ്ചാത്യ വിദ്യാഭ്യാസം അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയാണ്. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയപ്പോൾ ഇദ്ദേഹം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ഗുമസ്തനായി നിയമിക്കപ്പെടുന്നു. അങ്ങനെ ഗുമസ്തനായി നിയമിക്കപ്പെടുന്ന കാലഘട്ടത്ത് സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് ഭാഷയിൽ കൂടുതൽ പ്രാവീണ്യം നേടാനിടയായി. അങ്ങനെ ഇദ്ദേഹം മുഗൾ ഭരണാധികാരിയായ അക്ബർ ഷാ രണ്ടാമന്റെ ബ്രിട്ടീഷുകാരുമായി സംവദിക്കുവാനുള്ള പ്രതിനിധിയായി നിയമിക്കപ്പെടുന്നു. കാരണം മുഗൾ ഭരണാധികാരിയായ അക്ബർ ഷാക്ക് ഇംഗ്ലീഷുകാരുടെ, ബ്രിട്ടീഷുകാരുടെ പാശ്ചാത്യ ലാംഗ്വേജ് പരിചിതമാണ്. ആ പാശ്ചാത്യ ഭാഷ പരിചിതമായ രാജാറാം മോഹൻ റോയ് അദ്ദേഹം ബ്രിട്ടീഷുകാരുമായിട്ടുള്ള അംബാസിഡർ, പ്രതിനിധിയായി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇംഗ്ലണ്ടിൽ പോയി ബ്രിട്ടീഷ് ഭരണാധികാരികളെ ധരിപ്പിക്കുകയും അത് പ്രകാരം അക്ബർ ഷാ രണ്ടാമന്റെ പല ആനുകൂല്യങ്ങളും നേടിയെടുക്കുവാനും ആർക്ക് കഴിഞ്ഞു? നമ്മുടെ റാം മോഹൻ റോയ്ക്ക് കഴിഞ്ഞു. അതിൽ സന്തുഷ്ടനായ അക്ബർ ഷാ രണ്ടാമനാണ് റാം മോഹൻ റോയ് എന്ന വ്യക്തിക്ക് രാജ എന്ന പദവി നൽകുക. അപ്പോ
യഥാർത്ഥ പേരെന്തായിരുന്നു? റാം മോഹൻ റോയ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. ജനിച്ചത് ബംഗാളിലായിരുന്നു അല്ലെ? രാജാവ് പേര് നൽകിയത് ആരായിരുന്നു? മുഗൾ ഭരണാധികാരിയായ അക്ബർ ഷാ രണ്ടാമൻ. ഈ അക്ബർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു മുഗൾ ഭരണാധികാരി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ 1857 വിപ്ലവം പഠിച്ചപ്പോഴും അവിടെ മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമൻ എന്നാ പറഞ്ഞത്. ഒരിക്കലും മുഗൾ ചക്രവർത്തി എന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ്? മുഗൾ ചക്രവർത്തിമാരെന്ന് പറയുമ്പോൾ മുഗൾ സാമ്രാജ്യത്തിൽ ഭരണം നടത്തിയ ആദ്യത്തെ 6 രാജാക്കന്മാരെ മാത്രമേ നമ്മൾ മുഗൾ ചക്രവർത്തിമാരായി കണക്കാക്കുന്നുള്ളൂ. ആരെയൊക്കെ? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, പിന്നെ ഔറംഗസേബും. അത് കഴിഞ്ഞതിന് ശേഷം മുഗൾ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വളരെ കുറഞ്ഞു. അക്ബർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യത്തിലെ 19ാമത്തെ ഭരണാധികാരിയാണ്. 19ാമത്തെ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമന്റെ കാലഘട്ടം വന്നപ്പോ മുഗൾ സാമ്രാജ്യം കൈവശം വെച്ചിരുന്ന പല ഭൂപ്രദേശവും ആര് സ്വന്തമാക്കി കഴിഞ്ഞു? ബ്രിട്ടൻ സ്വന്തമാക്കി കഴിഞ്ഞു. ഇതേ തുടർന്ന് അധികാരത്തിൽ വരുന്നത് അക്ബർ ഷാ രണ്ടാമനാണ്. അദ്ദേഹത്തെ മുഗൾ സാമ്രാജ്യത്തിലെ 20ാമത്തെ ഭരണാധികാരി എന്ന് നമ്മൾ പറയുക. അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിലെ അവസാന ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ വിസ്തൃതമായ ഒരു ഭൂപ്രദേശത്തിന്റെ അധികാരിയായിരുന്നു അല്ല. ഓക്കെ, അപ്പൊ 19ാമത് മുഗൾ ഭരണാധികാരിയാണ് റാം മോഹൻ റോയിക്ക് രാജ എന്ന പേര് നൽകുക. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് നൽകുക എന്ന് ചോദിച്ചാല് റാം മോഹൻ റോയ് അക്ബർ ഷാ രണ്ടാമന്റെ പ്രതിനിധിയായി ഇംഗ്ലണ്ടിൽ പോവുകയും അക്ബർ ഷാ രണ്ടാമന് ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നതിനാലാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ ആദ്യമായി രാജാറാം മോഹൻ റോയിയെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. 1833 മരിച്ചുപോയ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് എങ്ങനെയാ രവീന്ദ്രനാഥ ടാഗോറിന് അറിയാൻ കഴിയുക? രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവ്, അച്ഛൻ എന്ന് പറയുന്നത് ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു അല്ലെ? ഈ ദേവേന്ദ്രനാഥ ടാഗോർ രാജാറാം മോഹൻ റോയിയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. ഈ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ പിതാവായിരുന്നു ദ്വാരകാനാഥ ടാഗോർ. ബംഗാളിലെ ഏറ്റവും പ്രബലനായ ഒരു സെമീന്ദാർ, അതായത് ഒരു ജന്മിയായിരുന്നു ദ്വാരകാനാഥ ടാഗോർ. സമ്പന്നനായ ജന്മി, അതായിരിക്കും ഏറ്റവും ഉചിതമായ പദം. ഒരു സമ്പന്നനായ ജന്മിയായിരുന്നു ദ്വാരകാനാഥ ടാഗോർ. അദ്ദേഹത്തിന്റെ പുത്രനായ ദേവേന്ദ്രനാഥ ടാഗോർ അഥവാ ദേവേന്ദ്രനാഥ ടാഗോർ രാജാറാം മോഹൻ റോയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു. ആ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ മകനാണ് രവീന്ദ്രനാഥ ടാഗോർ. സ്വാഭാവികമായിട്ടും ഏറ്റവും അടുത്ത് നിന്ന് രാജാറാം മോഹൻ റോയിയുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ആര്? നമ്മുടെ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ മകനായ രവീന്ദ്രനാഥ ടാഗോർ. അതുകൊണ്ടാണ് രവീന്ദ്രനാഥ ടാഗോർ രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിച്ചത്. കേവലം സ്നേഹം കൊണ്ടല്ല, അത്രത്തോളം സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ രാജാറാം മോഹൻ ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മള് ചരിത്രകാരന്മാര് പൊതുവായിട്ട് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണത്തിന്റെ പിതാവ് എന്ന് ആരെ വിളിക്കുന്നതിന് കാരണം? രാജാറാം മോഹൻ വിളിക്കുന്നതിന് കാരണം. അദ്ദേഹം ഏതൊക്കെ മേഖലകളിലാണ് സാമൂഹിക പരിഷ്കരണം ചെയ്തിരുന്നത് നോക്കാം. വിഗ്രഹാരാധനയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചു. വിഗ്രഹാരാധനയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ബഹുദൈവ വിശ്വാസത്തെ എതിർത്തു. കാരണം ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് അടിസ്ഥാനം എന്ന് പറയുന്നത് വേദങ്ങളായിരുന്നു. വേദങ്ങളാണ് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം. പക്ഷേ വേദങ്ങളിൽ പറയാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഹിന്ദുമതത്തിൽ ആചാരങ്ങളാണ് എന്ന് വിശ്വസിച്ചു പോകുന്ന ഒരു സമൂഹം നിലനിന്ന കാലഘട്ടത്താണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് ജീവിക്കുക. അദ്ദേഹം പറഞ്ഞു, ഹിന്ദുമതത്തില് വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥ ആചാരം, മറ്റുള്ളവയൊക്കെ അനാചാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അനാചാരങ്ങളുടെ ഭാഗമായി രൂപം കൊണ്ട ബഹുദൈവ വിശ്വാസം നിങ്ങൾ ഒഴിവാക്കണം. ബഹുദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒട്ടനവധി അനാചാരങ്ങൾ രൂപം കൊള്ളുക. എല്ലാവർക്കും ജീവിക്കുവാൻ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ശിശുഹത്യ ഒഴിവാക്കണം.
സാമൂഹിക ബോധം ഉള്ളവർക്ക് മാത്രമാണ് വൈവാഹിക ജീവിതത്തിന് അർഹത. അതുകൊണ്ട് തന്നെ ശൈശവ വിവാഹം സാമൂഹിക തിന്മയാണ്. ഒരാൾ സ്വന്തം ഹിതത്തോടുകൂടി സ്വമനസ്സോടുകൂടി സതി അനുഷ്ഠിച്ചാൽ അത് വേണമെങ്കിൽ അംഗീകരിക്കാം. നിർബന്ധപൂർവം മറ്റുള്ളവർ സതി അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് സതി അനുഷ്ഠാനം ഒരു മതവിശ്വാസവും ഒരു ജീവനെ കാർന്നെടുക്കുവാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സതി അനുഷ്ഠാനം തെറ്റാണ്. ഈശ്വരന് മുന്നിൽ മനുഷ്യരെല്ലാവരും തുല്യരാണ്. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ പാടില്ല. വലിയവനെന്നും ചെറിയവനെന്നും വേർതിരിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിനും സാമൂഹിക സ്ഥിതിക്കും വിവേചനം നൽകുന്നതിനെതിരെയും ആര് പോരാടി? നമ്മുടെ രാജാ റാം മോഹൻ റോയ്. അപ്പൊ പൊതുവായി നമ്മൾ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലെ? പൊതുവായി പറയുന്നതാണ് കേട്ടോ. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം, ശിശുഹത്യ, ശൈശവ വിവാഹം, സതി, ജാതി വ്യവസ്ഥിതി എന്നിക്കെതിരെ അദ്ദേഹം എന്ത് ചെയ്തു? പോരാടി. ഇനി എങ്ങനെയാണ് അദ്ദേഹം പോരാടിയത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പോരാടി? അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? അദ്ദേഹം ഇവയ്ക്കെതിരെ പോരാടാൻ വേണ്ടി ആദ്യം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങള് ബോധവൽക്കരണത്തിന് തയ്യാറായില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ പാശ്ചാത്യ സംസ്കാരം ഞാൻ അവിടെ പോയി തന്നെ പലതവണ കണ്ടിട്ടുള്ളതാണ്. അവിടെ ജാതി വ്യവസ്ഥിതിയില്ല, ശിശുഹത്യയില്ല, ശൈശവ വിവാഹമില്ല, ബഹുദൈവ ആരാധനയില്ല, വിഗ്രഹാരാധനയില്ല. എങ്കിലും അവര് നമ്മളെക്കാൾ നമ്മൾ പരിഷ്കൃതരാണ് അല്ലെ? അവര് പുരോഗമനവാദികളായി മാറ്റപ്പെടുന്നു. ആ രീതിയിൽ നമ്മളും പുരോഗതിയിലേക്ക് നടന്നെടുക്കണം. ഇല്ലെങ്കിൽ നാളേക്ക് വേണ്ടി ജീവിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറായില്ല. അപ്പൊ നാളേക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ സമൂഹം ഇന്ന് തന്നെ തയ്യാറെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. യൂറോപ്യൻ സംസ്കാരം നമ്മളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ പറയുക, രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തന ലക്ഷ്യം എന്തായിരുന്നു? പാശ്ചാത്യ പൗരസ്ത്യ സാംസ്കാരിക മിശ്രണം. ഇവിടെ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് യൂറോപ്യൻ സംസ്കാരം, പൗരസ്ത്യ സംസ്കാരം എന്ന് പറയുന്നത് ഏഷ്യ വൻകരയിലെ സംസ്കാരത്തെയാണ് പൗരസ്ത്യ സംസ്കാരം എന്ന് പറയുക. പാശ്ചാത്യ പൗരസ്ത്യ സാംസ്കാരിക സമ്മിശ്രമാണ് രാജാറാം മോഹൻ റോയിയുടെ പ്രധാന ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യം ആരംഭിച്ച സംഘടനയായിരുന്നു ആത്മീയ സഭ. ആത്മീയ സഭ ആരംഭിച്ചത് 1815 ഇത് ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയാണ് എന്നതുകൊണ്ട് പലപ്പോഴും ബ്രിട്ടീഷുകാർ ഈ ആത്മീയ സഭയ്ക്ക് വിളിച്ചിരുന്ന പേര് സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് എന്നായിരുന്നു. ആരെയും എതിർക്കുന്നതിന് വേണ്ടിയിട്ടല്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നേറുന്നതിന് വേണ്ടിയിട്ട്. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക, അനാചാരങ്ങൾക്കെതിരെ പോരാടുക. ഓക്കെ, അപ്പൊ ആത്മീയ സഭ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടനയായിരുന്നു ആത്മീയ സഭ. ആത്മീയ സഭയുടെ ലക്ഷ്യം എന്താണ്? സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക, അനാചാരങ്ങൾക്കെതിരെ പോരാടുക. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് വിളിച്ചു? സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ആത്മീയ സഭ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് എന്നാ രൂപീകരിക്കുക. 1815 പ്രധാന ലക്ഷ്യം എന്താ? സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നേടുക. വിദ്യാഭ്യാസം നേടിയതിനു ശേഷം നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം തിരിച്ചറിയുക. അതാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുക. അങ്ങനെ സ്വയം തിരിച്ചറിഞ്ഞാൽ അനാചാരങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഓക്കെ, അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ നവോത്ഥാന സംഘടന എന്ന് പറയുന്നത് ഏതാണ്? ആത്മീയ സഭയാണ്. മറക്കരുത്, ഒരുപാട് തവണ PSC ചോദിച്ചു. 1815 രാജാറാം മോഹൻ റോയ് ആരംഭിച്ചു. ഇനി കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന ഏതെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ സംഘടന എന്ന് ചോദിച്ചാൽ ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അയ്യ വൈകുണ്ഠ അഥവാ വൈകുണ്ഠസ്വാമി 1836 തുടക്കം കുറിക്കപ്പെട്ട എന്തായിരുന്നു? വൈകുണ്ഠസ്വാമി ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1836 സ്ഥാപിച്ച സമത്വ സമാജം. ആ വാക്കിൽ തന്നെയുണ്ട് എല്ലാവരെയും തുല്യരായി കാണുന്നു, സമത്വം നേടുക. ആത്മീയ സഭയുടെ ലക്ഷ്യം സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ്, എല്ലാവരെയും തുല്യരായി കണക്കാക്കുക. അതേപോലുള്ള ലക്ഷ്യം തന്നെയാണ് വൈകുണ്ഠസ്വാമി 1836 ആരംഭിച്ച സമത്വ സമാജവും. ശരിയല്ലേ?
യെസ്. അപ്പോ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന സമത്വ സമാജം 1836. ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന എന്ന് പറയുന്നത് ആത്മീയ സഭ 1815. ഓക്കെ. പക്ഷേ ഈ സംഘടനയിൽ അധികം ആരും അംഗമാകാൻ തയ്യാറായില്ല. പക്ഷേ ഒരു വിഭാഗം ജനത ഈ ഒരു ആത്മീയ സഭയുടെ പ്രചാരണം കാരണം പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനായിട്ട് പരിശ്രമിച്ചു. പക്ഷേ നല്ലൊരു പാശ്ചാത്യ വിദ്യാഭ്യാസ കേന്ദ്രം അവിടെ ഇല്ല എന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്യാണ്? പാശ്ചാത്യ വിദ്യാഭ്യാസം ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ആരായുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നവരുടെ സഹായം കൂടെ അഭ്യർത്ഥിച്ചു. അത് ബ്രിട്ടീഷുകാരുടെ സഹായം കൂടെ അഭ്യർത്ഥിച്ചിട്ട് ആരെ കണ്ടെത്തുന്നത്? ഡേവിഡ് ഹാരയെ കണ്ടെത്തുക. അപ്പോൾ ഡേവിഡ് ഹാരയുടെ സഹായത്തോടു കൂടി ഡേവിഡ് ഹാരയ്ക്ക് ബംഗാളില്, പ്രത്യേകിച്ച് കൽക്കട്ടയില് ഒരു വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിക്കാൻ സഹായം നൽകിയത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ്. അപ്പോ ആത്മീയ സഭയുടെ പ്രവർത്തകനായിരുന്നു. ആ സമയത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. പാശ്ചാത്യ പൗരസ്ത്യ സാംസ്കാരിക മിശ്രണത്തിന് വേണ്ടി. അതിനുവേണ്ടി ജനങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. പക്ഷേ സ്ഥാപനമില്ലല്ലോ. അങ്ങനെ 1817 കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുവാൻ എന്ത് ചെയ്തു? ഡേവിഡ് ഹാരയ്ക്ക് സഹായം ചെയ്തു. 1817 ഡേവിഡ് ഹാരെ തുടക്കം കുറിച്ച കൽക്കട്ടയിലെ ഹിന്ദു കോളേജാണ് 1856 എന്തായിട്ട് മാറുക? പ്രസിഡൻസി കോളേജ് ആയിട്ട് മാറുക. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. 1817 കൽക്കട്ടയിൽ ആരംഭിച്ച ഹിന്ദു കോളേജ് ആണ് പിന്നീട് 1856 എന്തായിട്ട് മാറുക? പ്രസിഡൻസി കോളേജ് ഓഫ് കൽക്കട്ടയായിട്ട് മാറുക. ഓക്കെ അല്ലേ? അപ്പോ കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് ആരംഭിച്ചത് ആരാണ്? ഡേവിഡ് ഹാരെ. ഓക്കെ. ഈ ഡേവിഡ് ഹാരെ ഹിന്ദു കോളേജ് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദുമത വിശ്വാസം പ്രചരിപ്പിക്കുവാനാണോ? അല്ല. ഇന്ത്യയിൽ സ്കൂൾ ആരംഭിച്ചു എന്ന് സൂചിപ്പിക്കുവാനാണ്. കാരണം ഇന്ത്യക്കാരെ ഹിന്ദുക്കൾ എന്നാണ് വിദേശികൾ വിളിക്കുക. സിന്ധു നദീതട വാസികളാണ് ആദ്യ ഇന്ത്യക്കാർ, അല്ലെ? ഇന്ത്യയിലെ നാഗരികത കൈവരിച്ച ആദ്യ ജനത എന്ന് പറയുന്നത് സിന്ധു നദീതടവാസികളാണ്. ആ സിന്ധു നദീതടവാസികളെ ഇന്ത്യയിൽ കച്ചവടത്തിന് എത്തിച്ചേർന്ന അറബികളാണ് ആദ്യമായി ഹിന്ദു എന്ന് വിളിക്കുക. അപ്പൊ ഹിന്ദു എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അറബികളാണ്. അറബികൾ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഇന്ത്യക്കാർ, ഇന്ത്യയിൽ വസിക്കുന്നവരെയാണ് ഹിന്ദു എന്ന് വിളിക്കുക. അപ്പൊ ഇന്ത്യ എന്ന രാജ്യത്തെയാണ് ഹിന്ദു രാഷ്ട്രം എന്ന് വിളിക്കുക. ആ ഇന്ത്യയില് ഒരു കോളേജ് എന്ന രീതിയിലാണ് ഡേവിഡ് ഹാരെ അതിന് എന്തെന്ന് പേര് നൽകുന്നത്? ഹിന്ദു കോളേജ് എന്ന പേര് നൽകുന്നത്. ഓക്കെ. ആ ഹിന്ദു കോളേജാണ് പിന്നീട് 1856 കൽക്കട്ട പ്രസിഡൻസി കോളേജ് ആയിട്ട് മാറി. തുടർന്ന് രാജാറാം മോഹൻ റോയ് സ്വയം ഈ ഡേവിഡ് ഹാരെ കോളേജ് ആരംഭിച്ചല്ലോ. ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഇദ്ദേഹം സ്വയം ഒരു കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? പാശ്ചാത്യ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ തന്നെ. അതിന്റെ പേരായിരുന്നു വേദാന്ത കോളേജ്. വേദാന്ത കോളേജ് ആരംഭിച്ചത് 1817. പക്ഷേ ഡേവിഡ് ഹാരയുടെ അദ്ദേഹം നമ്മുടെ ഹിന്ദു കോളേജ് ആരംഭിക്കുന്നത് കണ്ടിട്ട് ഇയാൾ ആരംഭിച്ചെങ്കിലും, രാജാറാം മോഹൻ റോയ് ആരംഭിച്ചെങ്കിലും അദ്ദേഹത്തിന് അധ്യാപന പരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അധ്യാപനമൊന്നും മെച്ചപ്പെട്ട രീതിയിൽ നടന്നില്ല. ഒടുവില് ബ്രിട്ടീഷ് അംഗീകാരത്തോടുകൂടി കോഴ്സുകൾ വേദാന്ത കോളേജിൽ ആരംഭിച്ചത് ഏത് വർഷമായിരുന്നു? 1825 അത് പ്രത്യേകിച്ച് ഓർമ്മിക്കണം. കാരണം ഈ 2 വർഷം നിങ്ങൾ കാണാറുണ്ട്. വേദാന്ത കോളേജ് 1817 എന്നും കാണാറുണ്ട്, വേദാന്ത കോളേജ് 1825 എന്നും കാണാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാകരുത്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് ആരംഭിച്ചത് 1817 എന്നാൽ ബ്രിട്ടീഷ് അംഗീകാരത്തോടുകൂടി കോഴ്സുകൾ ആരംഭിക്കുന്നത് ഏത് വർഷമാണ്? 1825. അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ പ്രാബല്യത്തിൽ വന്നത് 1825 എന്ന് പറയാം. ഓക്കെ. അപ്പോ 2 കാര്യങ്ങൾ നമ്മൾ ഇവിടെ പിടിച്ചേ. 1817 കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുവാൻ ഡേവിഡ് ഹാരയ്ക്ക് സഹായം നൽകിയത് രാജാറാം മോഹൻ റോയ്. ഈ ഡേവിഡ് ഹാരെ ആരംഭിച്ച ഹിന്ദു കോളേജാണ് കൽക്കട്ടയിലെ 1856 എന്തായിട്ട് മാറുക? പ്രസിഡൻസി കോളേജ് ആയിട്ട് മാറുക. വേദാന്ത കോളേജ് സ്ഥാപിച്ചത് 1817 രാജാറാം മോഹൻ റോയ് സ്വതന്ത്രമായിട്ടാണ്. തുടർന്ന് ബ്രിട്ടീഷ് അംഗീകാരത്തോടുകൂടി വേദാന്ത കോളേജിൽ കോഴ്സുകൾ ആരംഭിക്കുന്നത് 1825. വേദാന്ത കോളേജ് ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. പക്ഷേ ഈ പേരിൽ ആരംഭിക്കുന്ന മറ്റൊരു കോളേജ് ഉണ്ട്. എന്താണെന്നറിയാമോ? വേദാന്ത കോളേജ് രാജാറാം മോഹൻ റോയ്. വേദിക് കോളേജ്. വേദിക് കോളേജ്. വേദിക് കോളേജ് ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് വേദപഠനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വേദിക് കോളേജ് ആരംഭിച്ചത് ലാല ഹൻസ്രാജ് ആയിരുന്നു. ലാല ഹൻസ്രാജ്. ആ വേദിക് കോളേജിന്റെ പൂർണ്ണമായ പേര്
ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് എന്നായിരുന്നു. ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്നു ലാല ഹൻസ്രാജ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യൻ സമൂഹത്തോട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം വേദങ്ങളാണ്, വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യൂ, വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്തു. ആ വേദപഠനം ബ്രിട്ടീഷുകാരുടെ പാശ്ചാത്യ ഭാഷയിലായിരിക്കണം എന്ന രീതിയിൽ, പാശ്ചാത്യ ഭാഷയിൽ അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ വേദങ്ങൾ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ലാല ഹൻസ്രാജ് ഒരു കോളേജ് ആരംഭിക്കുക. അതുകൊണ്ടാണ് എന്തെന്ന് പേരിട്ടു, ദയാനന്ദ സരസ്വതി പറഞ്ഞു എന്ന് പഠിപ്പിക്കാൻ, വേദങ്ങൾ പഠിപ്പിക്കാൻ. ഏതിലാ പഠിപ്പിക്കേണ്ടേ? ബ്രിട്ടീഷുകാരുടെ ഭാഷ. ബ്രിട്ടീഷുകാരെ ആംഗ്ലിക്കൻ സമുദായം അല്ലെങ്കിൽ ആംഗ്ലിക്കൻ സമുദായം എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ ദയാനന്ദ ആംഗ്ലോ എന്താ പഠിപ്പിക്കേണ്ട ഇംഗ്ലീഷില്? വേദങ്ങൾ. അതുകൊണ്ട് അതിന്റെ പേര് ഇട്ടു ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് എന്നിട്ടു. അപ്പൊ വേദാന്ത കോളേജ് ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് 1818. ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് ആരംഭിച്ചത് ലാല ഹൻസ്രാജാണ് 1886-ലും. 1886-ലും. ഓക്കെ, അപ്പൊ പ്രാധാന്യം ഇവിടെ മറക്കരുതേ. ഇനി അടുത്ത നമ്മൾ പറയുന്നു, രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ 1815 ആരംഭിച്ചു. പക്ഷേ കൂടുതൽ പേര് അതിൽ അനുയായികളായില്ല. തുടർന്ന് തന്റെ പോരായ്മകളൊക്കെ അദ്ദേഹം മറികടന്നു. കാരണം എന്താ? ആത്മീയ സഭയിലൂടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അങ്ങനെ കുറെ പേര് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ പഠിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ഡേവിഡ് ഹാറെ ആരംഭിച്ച ഹിന്ദു കോളേജിലൂടെയും ഇദ്ദേഹം രാജാറാം മോഹൻ റോയ് സ്വയം ആരംഭിച്ച വേദാന്ത കോളേജിലൂടെയും അങ്ങനെ ഒരു സമൂഹം തന്നെ ബ്രിട്ടീഷുകാരുടെ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവരാണ്. അപ്പോ അവരിലൂടെ സമൂഹത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി 1828-ൽ മറ്റൊരു സാമൂഹിക പരിഷ്കരണ സംഘടന ആരംഭിച്ചു. അതാണ് ബ്രഹ്മസഭ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഏകത്വം എന്നർത്ഥം. ബ്രഹ്മം, ഏകം. അപ്പൊ 1828-ൽ ബ്രഹ്മസഭ സ്ഥാപിച്ചു. ബ്രഹ്മസഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക, കൂടാതെ ഹിന്ദുമതത്തെ ശുദ്ധീകരിക്കുക. എന്ന് പറഞ്ഞ ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിവേചനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഉദാഹരണമാണ് സതിയനുഷ്ഠാനവും ശൈശവ വിവാഹവും ശിശുഹത്യയും ഒക്കെ തന്നെ. അപ്പോ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക, ഹിന്ദുമതത്തെ ശുദ്ധീകരിക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും 1815 ശേഷം ബംഗാളിലെ വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം നേടിയ ജനത രാജാറാം മോഹൻ റോയ് പറയുന്ന കാര്യത്തിലും വാസ്തവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് ഈ സംഘടനയിൽ അംഗമാകാൻ എത്തിച്ചേർന്നു. പ്രത്യേകിച്ച് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ. സ്ഥാപകനായ രാജാറാം മോഹൻ റോയ് തന്നെ അതിന്റെ പ്രസിഡന്റായി മാറി. സെക്രട്ടറിയായിട്ട് മാറിയത് താരാചന്ദ് ചക്രവർത്തി. അപ്പൊ ബ്രഹ്മസഭയുടെ പ്രസിഡന്റ് രാജാറാം മോഹൻ റോയും സെക്രട്ടറി എന്ന് പറയുന്നത് താരാചന്ദ് ചക്രവർത്തിയുമായിരുന്നു. അംഗങ്ങളായിട്ട് ഒത്തിരി പേര് വന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ദേവേന്ദ്രനാഥ ടാഗോർ. 1830-ൽ ബ്രഹ്മസമാജം എന്ന് പുനർനാമകരണം ചെയ്തത് ആരായിരുന്നു? ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. നമ്മുടെ രാജാറാം മോഹൻ റോയുടെ സുഹൃത്താണ്. രാജാറാം മോഹൻ റോയോട് ചേർന്ന് നിന്ന് സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ബ്രഹ്മസഭ എന്ന പേര് എന്താക്കി മാറ്റുക? ബ്രഹ്മ സമാജമാക്കി മാറ്റുക. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ തയ്യാറാക്കിയത്, എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു കേട്ടോ പിൽക്കാലത്ത്. അപ്പൊ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ബ്രഹ്മധർമ്മ. ഈ ബ്രഹ്മധർമ്മയില് പ്രധാനമായും ബ്രഹ്മസമാജത്തിന്റെ ആശയ പ്രചരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയതായിരുന്നു. അതുകൊണ്ട് ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ദേവേന്ദ്രനാഥ ടാഗോർ രചിച്ച ബ്രഹ്മധർമ്മയാണ്. ഇമ്പോർട്ടന്റ് ആണ്, മറക്കല്ലേ. അപ്പൊ 1828-ൽ ബ്രഹ്മസഭ സ്ഥാപിച്ചു. അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക, കൂടാതെ ഹിന്ദുമതത്തെ ശുദ്ധീകരിക്കുക. ഒത്തിരി ആധുനിക വിദ്യാഭ്യാസം നേടിയ ബംഗാൾ പ്രവിശ്യയിലെ ജനങ്ങൾ ഇതിൽ അംഗമായി. ആദ്യം പ്രസിഡന്റായി മാറിയത് രാജാറാം മോഹൻ റോയ് തന്നെ, സെക്രട്ടറിയോ താരാചന്ദ് ചക്രവർത്തി. 1830-ല് ബ്രഹ്മസമാജം ഒന്ന് പുനർനാമകരണം ചെയ്തത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മധർമ്മയുമാണ്. ഈ ബ്രഹ്മധർമ്മ എഴുതിയത് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോറാണ്. 1833 ആയപ്പോ രാജാറാം മോഹൻ റോയ് മരിച്ചു. രാജാറാം മോഹൻ റോയ് മരിച്ചപ്പോ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ദേവേന്ദ്രനാഥ ടാഗോർ ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ഓക്കെ, നേതൃത്വം ഏറ്റെടുത്ത് ഇവർ മുന്നോട്ട് പ്രവർത്തിച്ചു പോവാണ്. വീണ്ടും ഒട്ടനവധി പേര് ഈ സംഘടനയിൽ അംഗമായി. അതിൽ പ്രമുഖനായ വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ കേശബ് ചന്ദ്ര സെൻ. ഓക്കെ,
ഈ ബ്രഹ്മസമാജത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താ? ഹിന്ദുമതത്തെ ശുദ്ധീകരിക്കുക, അതായത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എതിർക്കുക, അതായത് ശൈശവിവാഹം എതിർക്കുക, ശിശുഹത്യ എതിർക്കുക, സതിയനുഷ്ഠാനം എതിർക്കുക, ഇങ്ങനെ ഒരുപാട് ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ എതിർക്കുകയാണ് ലക്ഷ്യം. പക്ഷെ പിൽക്കാലത്ത് അംഗമായ കേശവചന്ദ്ര സെന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തികളെ തന്നെ അദ്ദേഹത്തിന്റെ മൗന അനുവാദത്തോടു കൂടി ശൈശവ വിവാഹം നടത്തി. അതിന്റെ പേരില് നമ്മുടെ ബ്രഹ്മസഭ എന്ന സംഘടനയില് വിഭാഗീയത ഉണ്ടായി. രണ്ട് വിഭാഗങ്ങൾ രൂപം കൊണ്ടു. രാജാറാം മോഹൻ റോയ് പറഞ്ഞ ആശയത്തെ പിന്തുണയ്ക്കുന്ന ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ഒരു വിഭാഗവും, കേശവചന്ദ്ര സെന് പറഞ്ഞു സമൂഹം മുന്നോട്ട് പോകുന്നത് പോലെ, ഹിന്ദുമത ആചാര്യന്മാർ പറയുന്നത് പോലെ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ അനുസരിക്കേണ്ടതാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി രണ്ടാമതൊരു വിഭാഗം. അങ്ങനെ ബ്രഹ്മസഭ അല്ലെങ്കിൽ ബ്രഹ്മസമാജം 1866 രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. ആദ്യ കാലഘട്ടത്തെ അതേ ആശയങ്ങൾ പിന്തുടരുന്നവരെ ആദിമ ബ്രഹ്മസമാജം അഥവാ ആദി ബ്രഹ്മസമാജം എന്ന് വിളിച്ചു. പുതുതായി കേശവചന്ദ്ര സെന്നിന്റെ ഫോളോവേഴ്സ്, അദ്ദേഹത്തിന്റെ അനുയായികൾ ചേർന്ന് തുടക്കം കുറിച്ച പുതിയ വിഭാഗത്തെ ഭാരതീയ ബ്രഹ്മസമാജം. നമ്മൾ ഇനി അതിലേക്ക് പോകും കേട്ടോ. അപ്പോ 1822 ബ്രഹ്മസഭ ആരംഭിച്ചു. ആ ബ്രഹ്മസഭയ്ക്ക് ബ്രഹ്മസമാജം എന്ന പേര് നൽകിയത് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. ഏത് വർഷം? 1830. പേര് മാത്രമേ മാറ്റിയുള്ളൂ, സംഘടന ഘടനയ്ക്കൊന്നും മാറ്റിയില്ല. തുടർന്ന് രാജാറാം മോഹൻ റോയ് 1833 മരണമടഞ്ഞതിന് ശേഷം ഈ ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം ആരേറ്റെടുത്തു? ദേവേന്ദ്രനാഥ ടാഗോർ ഏറ്റെടുത്തു. 1866 ഈ ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞു. ഒന്നെന്താ? ആദിമ കാലഘട്ടത്തെ, അതായത് രാജാറാം മോഹനയുടെ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന അതേ ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നവര്, ഹിന്ദുമതത്തിന്റെ അനാചാരങ്ങൾ തീർക്കുക, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക. അങ്ങനെ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ, അതായത് പരമ്പരാഗത ബ്രഹ്മസമാജം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ട്, ഭാരതീയ ബ്രഹ്മസമാജം അഥവാ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്ത് പറയാം? ഇന്ത്യൻ ബ്രഹ്മസമാജം. തുടക്കം കുറിച്ചത് കേശവചന്ദ്ര സെൻ. ഈ കേശവചന്ദ്ര സെൻ വീണ്ടും, കേശവചന്ദ്ര സെന്റെ ഫോളോവേഴ്സ് പിൽക്കാലത്ത് വീണ്ടും തെറ്റിപ്പിരിക്കുന്നു. അങ്ങനെ കേശവചന്ദ്ര സെന്റെ കീഴില് വീണ്ടും വിഭജിക്കപ്പെടുന്നത് നമ്മൾ പിന്നീട് പഠിക്കും. തൽക്കാലം ഈ ഭാരതീയ ബ്രഹ്മസമാജം എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? നവവിധാൻ ബ്രഹ്മസമാജം എന്നും അറിയപ്പെടുന്നു. പുതുതായി രൂപം കൊണ്ടത് എന്ന അർത്ഥത്തിൽ. പുതുതായി രൂപം കൊണ്ടത് നവവിധാൻ ബ്രഹ്മസമാജം. PSCയുടെ ചോദിച്ചൊരു ചോദ്യമാണ്, നവവിധാൻ ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റോയ് ഉണ്ടായിരുന്നു, ദേവേന്ദ്രനാഥ ടാഗോർ ഉണ്ടായിരുന്നു, ദ്വാരകാനാഥ ടാഗോർ ഉണ്ടായിരുന്നു, പിന്നെ കേശവചന്ദ്ര സെൻ. നിങ്ങൾ ആരെ പേര് എഴുതും? ഇപ്പൊ നിങ്ങൾ പഠിച്ചു, അതുകൊണ്ട് തന്നെ ആരെ പേര് എഴുതും? കേശവചന്ദ്ര സെൻ. മുൻവർഷ ചോദ്യമാണ്, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കേശവചന്ദ്ര സെൻ യഥാർത്ഥത്തിൽ ആരംഭിച്ചത് എന്താ? 1826 ഭാരതീയ ബ്രഹ്മസമാജം. പരമ്പരാഗതമായി ബ്രഹ്മസമാജം ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ താല്പര്യത്തോടു കൂടി ഒരു വിഭാഗം ആരംഭിച്ചത് കൊണ്ടാണ് ഈ ഭാരതീയ ബ്രഹ്മസമാജത്തെ എന്തെന്ന് വിളിക്കുക? നവവിധ ബ്രഹ്മസമാജം. പുതിയത്, ബ്രഹ്മസമാജത്തിന്റെ പുതിയത് എന്ന അർത്ഥത്തിൽ. ഓക്കെ അല്ലെ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? യെസ്. അപ്പോ നമ്മുടെ രാജാറാം മോഹനയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? പാശ്ചാത്യ പൗരസ്ത്യ സാംസ്കാരിക സമ്മിശ്രം. യൂറോപ്യൻ സംസ്കാരവും ഇന്ത്യയിലെ പരമ്പരാഗത സംസ്കാരവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സംസ്കാരം. അതിന്റെ ഭാഗമായി രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച ആദ്യ സംഘടനയായിരുന്നു ആത്മീയ സഭ. 1815. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്താ? സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ്. ലക്ഷ്യം സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക. എങ്ങനെ സ്വതന്ത്ര ചിന്ത കൈവരിക്കാം? വിദ്യാഭ്യാസത്തിലൂടെ. അങ്ങനെ വിദ്യാഭ്യാസം നേടിയവരെ സ്വതന്ത്രമായി ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാകും അവർ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണ്. അങ്ങനെ അനാചാരങ്ങൾക്ക് പോരാടാൻ കഴിയും. ഇതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ആത്മീയ സഭ ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന എന്ന് വിളിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന എന്ന് പറയുന്നത് 1836 വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച സമത്വ സമാജവുമാണ്. തുടർന്ന് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ആധുനിക വിദ്യാഭ്യാസം നേടുവാൻ ജനങ്ങളെ ആത്മീയ സഭയിലൂടെ പ്രേരിപ്പിച്ചെങ്കിലും അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തന്നെ ആ കൽക്കട്ടയില് അല്ലെങ്കിൽ ബംഗാൾ പ്രവിശ്യയിൽ ഇല്ലായിരുന്നു. അങ്ങനെ 1817 രാജാറാം മോഹൻ റോയ് കൽക്കട്ടയില് ഡേവിഡ് ഹാരയ്ക്ക് സഹായം നൽകിക്കൊണ്ട് ഹിന്ദു കോളേജ് സ്ഥാപിക്കുവാൻ പ്രേരണ നൽകി. അപ്പൊ ഹിന്ദു കോളേജ് സ്ഥാപിച്ചതാരാ? ഡേവിഡ് ഹാരെ. അദ്ദേഹത്തിന് സഹായം നൽകിയാരാ? രാജാറാം മോഹൻ റോയ്. ഇതാണ് പിന്നീട് 1886 എന്തായിട്ട് മാറുക? പ്രസിഡൻസി കോളേജ് ആയിട്ട് മാറുക. ഇവിടെ ഹിന്ദു കോളേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദുമതം പഠിപ്പിക്കേണ്ടതെന്നല്ല, ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥത്തിൽ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള കോളേജ് എന്ന അർത്ഥത്തിലാണ് അതിന് ഹിന്ദു കോളേജ് എന്ന പേര് കൊടുക്കുന്നത്.
ഹിന്ദു എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ കച്ചവടത്തിന് ചേർന്ന അറബികളാണ്. സിന്ധു നദീതടവാസികളെയാണ് ഒരു ഹിന്ദു എന്ന വാക്കുകൊണ്ട് ആദ്യമായി വിളിക്കുക. ഇനി ഇന്ത്യ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഗ്രീക്കുകാരാണ് കേട്ടോ. ഇന്ത്യ അഥവാ ഇൻഡസ് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആരാണ്? ഗ്രീക്കുകാരാണ്. തിരിച്ചു വരാം. രാജാറാം മോഹൻ റോയ് സ്വമേധയാ സ്വന്തമായി ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് വേദാന്ത കോളേജ്. ഏത് വർഷം? 1817. ബ്രിട്ടീഷ് അംഗീകാരത്തോടുകൂടി കോഴ്സുകൾ ആരംഭിക്കുന്നത് 1825. അങ്ങനെ ആത്മീയ സഭ ആരംഭിച്ചപ്പോൾ പ്രാദേശികമായി ഒ- ഒട്ടനവധി പേർക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷം പേർക്കും എന്തില്ല? പാശ്ചാത്യ വിദ്യാഭ്യാസം ഇല്ല. അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. അങ്ങനെ ഒരുപാട് പേര് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടി. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയപ്പോ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങി. ഒട്ടനവധി പേര് സാമൂഹിക പരിഷ്കരണ രംഗത്തേക്ക് കടന്നു വന്നു. അപ്പൊ അവരെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സാമൂഹിക പരിഷ്കരണം കുറച്ചുകൂടെ ശക്തമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ച രണ്ടാമത്തെ സംഘടനയാണ് എന്താ? ബ്രഹ്മസഭ എന്ന് പറയുക. ബ്രഹ്മസഭയുടെ ലക്ഷ്യം ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക, അതിലൂടെ ഹിന്ദുമതത്തെ ശുദ്ധീകരിക്കുക. പ്രസിഡന്റ് രാജാറാം മോഹൻ റോയ്, സെക്രട്ടറി താരാചന്ദ് ചക്രവർത്തി. 1830 ഈ ബ്രഹ്മസഭയുടെ പേര് ബ്രഹ്മസമാജം എന്നാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ സുഹൃത്തും സന്തത സഹചാരിയുമായ ദേവേന്ദ്രനാഥ് ടാഗോറാണ്. ബ്രഹ്മസമാജത്തിന്റെ ലക്ഷ്യം എന്താണെന്നും ബ്രഹ്മസമാജത്തിലെ പ്രവർത്തകർ എങ്ങനെ ആയിരിക്കണമെന്നും നിർദ്ദേശിക്കുന്ന ബ്രഹ്മധർമ്മ എന്ന രചന നിർദ്ദേശിച്ചതും ദേവേന്ദ്രനാഥ ടാഗോർ തന്നെ. അതുകൊണ്ട് ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ എന്ന കൃതിയെ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നാണ് വിശേഷിപ്പിക്കുക. 1833 റാം മോഹൻ റോയുടെ മരണശേഷം ഈ ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം ആരേറ്റെടുത്തു? ദേവേന്ദ്രനാഥ ടാഗോർ. 1866 ബ്രഹ്മസമാജം രണ്ടായി വേർതിരിഞ്ഞു. ഒന്ന്, പാരമ്പര്യമായുള്ള ലക്ഷ്യം പിന്തുടരുന്നവർ, ആദ്യ ബ്രഹ്മസമാജം. അതിന്റെ വക്താവ് എന്ന് പറയുന്നത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. പുതുതായി രൂപീകരിച്ച നവീന കാഴ്ചപ്പാടുകളോടുകൂടി പ്രവർത്തിക്കണം, ഹിന്ദുമത ആശയങ്ങൾ ഫോളോ ചെയ്യണം എന്ന് കാഴ്ചപ്പാടോട് പ്രവർത്തിക്കുന്ന ഭാരതീയ ബ്രഹ്മസമാജം. ആ ഭാരതീയ ബ്രഹ്മസമാജത്തിന് തുടക്കം കുറിച്ചത് കേശവചന്ദ്ര സെന്നാണ്. രാജാറാം മോഹന്റെ തുടക്കം കുറിച്ച അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞുകൊണ്ടാണ് കേശവചന്ദ്ര സെൻ ഭാരതീയ ബ്രഹ്മസമാജം ആരംഭിക്കുക. അതായത് പുതിയൊരു വിഭാഗം ആരംഭിക്കുക. അതുകൊണ്ട് ഈ ഭാരതീയ ബ്രഹ്മസമാജത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? നവവിധാൻ ബ്രഹ്മസമാജം എന്ന് വിളിക്കാറുണ്ട്. അപ്പോ ബ്രഹ്മസമാജത്തിന്റെ കഥ അവിടെ തീർന്നു. വീണ്ടും നമ്മൾ രാജാറാം മോഹനിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. രാജാറാം മോഹന്റെ രണ്ട് സംഘടന, ഒന്ന് ആത്മീയസഭ പഠിച്ചു 1815, രണ്ട് 1828 ബ്രഹ്മ സമാജം അഥവാ ബ്രഹ്മസഭ പഠിച്ചു. വീണ്ടും നമ്മൾ രാജാറാം മോഹനിലേക്ക് തിരിച്ചു പോകുന്നു. ഈ നമ്മുടെ ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് രാജാറാം മോഹൻ റോയ് പഠിച്ചു തീർന്നതിന് ശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് പഠിച്ചുറപ്പിക്കാം കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നു രാജാറാം മോഹൻ റോയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ. 1829 ഡിസംബർ 4 റാം മോഹൻ റോയുടെ പ്രേരണയാൽ സതി അനുഷ്ഠാനം നിരോധിച്ചത് ആരായിരുന്നു? വില്യം ബെന്റിക് പ്രഭു ആയിരുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഒരു അനുഷ്ഠാനം നിരോധിക്കാൻ പറ്റത്തുള്ളൂ. അതിന് പ്രേരണ നൽകാൻ മാത്രമേ ആർക്ക് കഴിയുകയുള്ളൂ? സാമൂഹിക പരിഷ്കർത്താക്കൾക്ക്. അതുകൊണ്ട് തന്നെ സതി അനുഷ്ഠാനം നിരോധിച്ചത് ആരെന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക് പ്രഭുവാണ്. ബംഗാൾ പ്രവിശ്യയിൽ സതി അനുഷ്ഠാനം നടത്താൻ പ്രേരണ നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയുക? രാജാറാം മോഹൻ റോയിയുടെയും. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ കരുതുന്നു, സ്വതന്ത്ര ഇന്ത്യയില് സതി അനുഷ്ഠാനം നിരോധിച്ചത് എന്നായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയില് സതി അനുഷ്ഠാനം നിരോധിച്ചത് ഏത് വർഷമായിരുന്നു? അല്ലെങ്കിൽ സതി നിരോധന നിയമം പാസാക്കിയത് എന്നായിരുന്നു? അറിയാമോ? നമ്മള് മുൻ ക്ലാസ്സുകളിലൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് വൈസ്രോയിമാര്, ഗവർണർമാരൊക്കെ പഠിച്ചപ്പോൾ 1987 കേട്ടോ, മറക്കല്ലേ. 1987 സ്വതന്ത്ര ഇന്ത്യയിലെ സതി നിരോധന നിയമം പാസാക്കുക. ഇവിടെ വില്യം ബെന്റിക് പ്രഭു ബംഗാൾ പ്രവിശ്യയിലാണ് സതി അനുഷ്ഠാനം നിരോധിച്ചത്. ആരുടെ പ്രേരണയെ തുടർന്ന്? രാജാറാം മോഹൻ റോയിയുടെ. ആ സമയത്ത് വില്യം ബെന്റിക് പ്രഭു എന്തായിരുന്നു? ബംഗാൾ പ്രവിശ്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നു അല്ലെ. ഇത് കൂടാതെ വില്യം ബെന്റിക് പ്രഭു എന്തുകൂടെ നിരോധിച്ചിട്ടുണ്ട്? സതി അനുഷ്ഠാനം നിരോധിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൂടെ നിരോധിച്ചിട്ടുണ്ട്? 1829 തന്നെ ശൈശവ വിവാഹം കൂടെ നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ വില്യം ബെന്റിക് പ്രഭു രാജാറാം മോഹനയുടെ നിർദ്ദേശപ്രകാരം സതിയനുഷ്ഠാനം നിരോധിച്ചു. കൂടാതെ എന്തുകൂടെ നിരോധിച്ചിട്ടുണ്ട്? ശൈശവ വിവാഹം. നമ്മളത് ആൾറെഡി പഠിച്ചിട്ടുണ്ട്. ശൈശവ വിവാഹം ശരിയാണ്. എന്നാൽ ഒരിക്കലും ശിശുഹത്യ എന്ന് മാത്രം പറയരുതെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ശിശുഹത്യ നിരോധിക്കുന്നത് ആരായിരുന്നു? ശിശുഹത്യ നിരോധിക്കുന്നത്
1802 റിച്ചാർഡ് വില്ലസ്ലി ആയിരുന്നു. അല്ലെ? എന്നാൽ പെൺ ശിശുഹത്യ നിരോധിച്ചത് എന്നാണ് ചോദ്യമെങ്കിൽ 1846 ഹാർഡിൻസ് ഫസ്റ്റുമായിരുന്നു. ഇത് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, റിവിഷനൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇനി അടുത്ത് പറയുന്നു രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ 2 പത്രമുണ്ട്. ഒന്ന് സമ്പദ് കൗമുദി ബംഗാളി ഭാഷയിൽ, അത് ബംഗാളിലെ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. 2 മിറാത്ത് ഉൽ അക്ബർ, അത് പേർഷ്യൻ ഭാഷയിലാണ്. പേർഷ്യൻ ഭാഷയില്, അറബി ഭാഷയിലൊക്കെ നമ്മൾ ഓരോ പേര് പറയുമ്പോൾ അവിടെ വാക്കുകള് നമ്മൾ മലയാളത്തിൽ പറയുന്നതിന് വ്യത്യാസമുണ്ട്. ഇവിടെ പേർഷ്യൻ ഭാഷയിൽ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രം എന്ത്? മിറാത്ത് ഉൽ അക്ബർ. അക്ബർ ഷാ രണ്ടാമന്റെ ആശയങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിച്ച പത്രമായിരുന്നു. അക്ബർ ഷാ രണ്ടാമന്റെ ഭരണത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ബർ ഷാ രണ്ടാമനെ പുകഴ്ത്തിക്കൊണ്ട് വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ച പത്രമായിരുന്നു മിറാത്ത് ഉൽ അക്ബർ. അതുകൊണ്ട് 3 വാക്കിട്ട് ഞാൻ പറയണേ. പേർഷ്യൻ വാക്കാണത്. പേർഷ്യൻ വാക്കും അറബി വാക്കുകളും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട്. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ചേർത്ത് പറയാറുണ്ട്. ചേർത്ത് പറയരുത്. മിറാത്ത് ഉൽ അക്ബർ. ഓക്കെ, ഇനി രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ഒരു മാസിക വാരികയാണ് തത്വ കൗമുദി. മാസികയുടെ പേര് എന്താണ്? തത്വ കൗമുദി. ഇമ്പോർട്ടന്റ് ആണ്. യെസ്. അപ്പോ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. രാജാറാം മോഹൻ റോയിയുടെ പ്രസിദ്ധീകരണങ്ങൾ. ഒന്ന് 1821 സമ്പദ് കൗമുദി എന്ന പത്രം ആരംഭിച്ചു ബംഗാളി ഭാഷയിൽ. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഒരു കൃത്യമായി പ്രസിദ്ധീകരണം നടത്തിയ ഒരു പത്രം ആരംഭിക്കുക. കൃത്യമായി പ്രസിദ്ധീകരണം നടത്തിയ ആദ്യ പത്രം എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയിയുടെ സമ്പദ് കൗമുദിയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പഠിക്കാറുണ്ട് ഇന്ത്യയില് ആധികാരികമായി പ്രസിദ്ധീകരണം നടത്തിയിരുന്ന, ഇപ്പോൾ നിലവിലും പ്രസിദ്ധീകരണം തുടരുന്ന ആദ്യ പത്രം. ഇന്ന് നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഒരു ഇന്ത്യക്കാരൻ ആരംഭിച്ച ആദ്യ പത്രം ഏതാണ്? ബോംബെ സമാചാർ. ഈ ബോംബെ സമാചാർ ആരംഭിക്കുന്ന 1822 ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന ഒരു ഇന്ത്യക്കാരൻ ആരംഭിച്ച ആദ്യ പത്രമാണ് ബോംബെ സമാചാർ 1822. അല്ലെ? അതിനും 1 വർഷം മുമ്പ് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ ദേശീയതയെക്കുറിച്ച് വാർത്തകൾ അച്ചടിക്കുവാനായിട്ട് ആരംഭിച്ച പത്രമായിരുന്നു സമ്പദ് കൗമുദി. അതുകൊണ്ട് തന്നെ നമ്മൾ രാജാറാം മോഹൻ റോയ് എന്തെന്ന് വിളിക്കാറുണ്ട്? ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കാറുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ദേശീയത എന്നൊരു കാഴ്ചപ്പാട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പത്രം സഹായിച്ചു എന്നർത്ഥത്തിൽ. അപ്പൊ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണടാ? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. വിശേഷണങ്ങൾ നമ്മൾ ഏറ്റവും അവസാനം പഠിക്കും കേട്ടോ. അവസാനത്തെ സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ ഇദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതനുസരിച്ച് ഇദ്ദേഹത്തിന് വിശേഷണം നൽകുന്നതായിരിക്കും ഉചിതം. ഓക്കെ, ഇനി അടുത്ത പറയുന്നു ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പരിശോധിക്കാം. ഇദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ. ഒന്ന് വേദാന്ത ഗന്ധം. വേദാന്ത കോളേജിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വേദാന്ത കോളേജിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇദ്ദേഹം വിശദീകരിച്ചതായിരുന്നു വേദാന്ത ഗന്ധം. ഇദ്ദേഹം 1828 ബ്രഹ്മസമാജം ആരംഭിക്കുകയും ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്തു. അല്ലെ? ആ ഏകദൈവ വിശ്വാസം എന്ന കാഴ്ചപ്പാട് ഇദ്ദേഹത്തിന് ലഭിച്ചത് ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയപ്പോൾ അവിടുത്തെ ക്രിസ്തുമത വിശ്വാസം പഠിച്ചപ്പോഴാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ പ്രവർത്തിച്ചിരുന്നു. അല്ലെ? ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാർ വരുന്നത് 1813 ചാർട്ടർ നിയമപ്രകാരമാണ്. അതുകൊണ്ട് രാജാറാം മോഹന്റെ കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാരുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ബൈബിൾ അച്ചടിക്കുന്നത് 1816 കൽക്കട്ടയിൽ നിന്നാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് വേണ്ടിയിട്ട് എന്ത് പ്രചരിപ്പിക്കുവാന്? ക്രിസ്തുമതം പ്രചരിപ്പിക്കുവാനായിട്ട്. ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ബൈബിൾ അച്ചടിക്കുന്നത് 1816 കൽക്കട്ടയിൽ നിന്നായിരുന്നു. വിവിധ ഭാഷകളിൽ. അതിന്റെ ഭാഗമായി മലയാളത്തിലും എന്ത് ചെയ്തു? ബൈബിൾ അച്ചടിക്കപ്പെട്ടു. ബൈബിൾ പൂർണ്ണമായിട്ടും അല്ല, ക്രൈസ്റ്റിന്റെ കാലഘട്ടം മാത്രം. അതായത് നമ്മൾ പുതിയ നിയമം എന്നൊക്കെ പറയും. പുതിയ നിയമം അല്ലെങ്കിൽ ക്രൈസ്റ്റിന്റെ ജീവചരിത്രത്തെ കുറിച്ച് പറയുന്ന 4 ഗോസ്പൽസ്, 4 സുവിശേഷങ്ങൾ. നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഹെർമൻ ഗുണ്ടറ്റും അതുപോലെ തന്നെ സാവറാച്ചനും അർണോസ് പാദ്രിയും ഒക്കെ പഠിക്കുമ്പോൾ കേരള അച്ചടി പാരമ്പര്യം പഠിക്കാറുണ്ട്. അല്ലെ? അവിടെ നിങ്ങൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്. കേരളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏത്?
വേദോപദേശം അത് അച്ചടിച്ച് കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാരായിരുന്നു. അത് മലബാർ തമിഴ് ഭാഷയിലാണ് അച്ചടിക്കുക എന്ന് പറയും. കേരളത്തിൽ സംസാരിച്ചിരുന്ന തമിഴ് കലർന്ന ഭാഷ. എന്നിട്ട് രണ്ടാമത് ഇങ്ങനെ പറയും, മലയാളം അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം ഏത്? അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. എന്നാൽ മലയാളം മാത്രമാണോ? ഇല്ല. അറബിക് ഉണ്ടായിരുന്നു, സംസ്കൃതം ഉണ്ടായിരുന്നു, ലാറ്റിൻ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ പറയും, പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏത്? പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏത്? സംക്ഷേപ വേദാർത്ഥം ഇറ്റലിയിലെ റോമിൽ നിന്ന് അച്ചടിച്ചു, ക്ലമന്റ് പിയാനിയോസിന്റെ നേതൃത്വത്തിൽ. അത് ഇറ്റലിയിലെ റോമിലാണ് എന്തടിച്ചടിക്കുക? പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം അച്ചടിക്കുക. അതുകൊണ്ട് അടുത്ത ചോദ്യം പറയും, പൂർണ്ണമായും മലയാളത്തിൽ ഇന്ത്യയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം ഏത്? 4 ഗോസ്പൽസ്, 4 സുവിശേഷങ്ങൾ. ബൈബിളില് ഈ ക്രൈസ്റ്റിന്റെ ജീവചരിത്രം പറയുന്നതാണ് കേട്ടോ. 4 സുവിശേഷങ്ങൾ, 4 ഗോസ്പൽസ്. ഈ 4 സുവിശേഷങ്ങൾ അച്ചടിച്ചത് 1816 കൽക്കട്ടയിൽ നിന്നായിരുന്നു. ആര്? ബ്രിട്ടീഷുകാർ. എന്തിനു വേണ്ടി? യൂറോപ്പിൽ നിന്ന് 1813 ചാർട്ടർ നിയമപ്രകാരം ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് മതപ്രചരണത്തിന് സഹായകമാകുന്ന വിധം. അങ്ങനെ രാജാറാം മോഹൻ റോയ് ജീവിക്കുന്ന കാലഘട്ടത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാരുണ്ടായിരുന്നു. അവരിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു, ക്രിസ്തുവിന്റെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ക്രിസ്തുമത വിശ്വാസത്തിൽ അനാചാരങ്ങളില്ല, അന്ധവിശ്വാസങ്ങളില്ല. അതുപോലെ ഹിന്ദുമതത്തെ പരിഷ്കരിക്കണം, അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഇല്ലാത്ത ഹിന്ദുമതമായി രൂപപ്പെടുത്തണമെന്നതായിരുന്നു കാഴ്ചപ്പാട്. അല്ലാതെ ഹിന്ദുമത വിശ്വാസികളെ ക്രിസ്ത്യാനികളാക്കി പരിവർത്തനം ചെയ്യണമെന്നല്ല. അങ്ങനെ വിചാരിച്ചു കളയരുത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുക, പരിവർത്തനം ചെയ്യണമെന്നല്ല, പരിഷ്കരിക്കുക. ഹിന്ദുമതത്തെ അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഇല്ലാത്ത പുതിയൊരു മതമായി പരിഷ്കരിക്കുക. ഇതേ കാഴ്ചപ്പാടോടുകൂടി പിൽക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതിയും. നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കും. അപ്പൊ ഇദ്ദേഹത്തിന് ഏറെ ചിന്ത ഉളവാക്കിയ കാര്യമായിരുന്നു ക്രിസ്തുമതത്തെ കുറിച്ച് പഠിച്ചപ്പോൾ യേശുവിന്റെ കൽപ്പനകൾ. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, യേശുവിന്റെ കൽപ്പനകൾ. യേശുവിന്റെ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അബദ്ധത്തിൽ പോലും വിചാരിക്കരുത് ക്രിസ്തുമത വിശ്വാസികളുടെ 10 കൽപ്പനകളായിരിക്കും. അങ്ങനെയല്ല. ഈ ക്രൈസ്റ്റ് നൽകിയ 2 കൽപ്പനകളെ എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുക. ഇത് തന്നെയായിരുന്നില്ലേ നമ്മുടെ രാജാറാം മോഹൻ റോയ് 1815 ആരംഭിച്ച ആത്മീയ സഭയുടെ ലക്ഷ്യം? എല്ലാവരെയും തുല്യരായി കണക്കാക്കിക്കൊണ്ട് എല്ലാവരെയും പുരോഗതിയിലേക്ക് നയിക്കുക. അതുകൊണ്ട് അതിന്റെ പേരിൽ അറിയപ്പെട്ടു സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് എന്നറിയപ്പെട്ടു. ശരിയല്ലേ? അപ്പൊ യേശുവിന്റെ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ 10 കൽപ്പനകളല്ല. 10 കൽപ്പനകൾ ആരുടേതാണ്? മോശയുടെ കൽപ്പനകളാണ് 10 കൽപ്പനകൾ. യേശുവിന്റെ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട 2 എല്ലാത്തിനുപരിയായി ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, തന്നേക്കാൾ ഉപരിയായി മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക. ഈ 2 കാഴ്ചപ്പാടുകളാണ് യേശുവിന്റെ കൽപ്പനകളായിട്ട് പറയുക. ഇനി ഇന്ത്യൻ തത്വചിന്തയുടെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ തത്വചിന്തയുടെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ഏക ദൈവവിശ്വാസികൾക്ക് ഒരു ഉപഹാരം അഥവാ സമ്മാനം. ഏക ദൈവവിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മാനം കൊടുക്കുമെന്നല്ല പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ഏക ദൈവ വിശ്വാസം ഫോളോ ചെയ്യുന്നവർക്ക് അന്ധവിശ്വാസങ്ങളില്ലാത്ത, അനാചാരങ്ങളില്ലാത്ത ഒരു പുതിയൊരു ലോകത്തെ കാണുവാനായിട്ട് കഴിയും. സമൂഹം പുരോഗതിയിലേക്ക് നയിക്കുമ്പോൾ ആ പുരോഗതിയോട് ചേർന്ന് മുന്നേറാനായിട്ട് കഴിയും. അതോടുകൂടി ജീവിത നിലവാരം മെച്ചപ്പെടും, ജീവിത പുരോഗതി കൈവരിക്കാനും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, എ ഗിഫ്റ്റ് ടു മോണോതെയിസ്റ്റ്. കൂടാതെ അദ്ദേഹം അത് പേർഷ്യൻ ഭാഷയിൽ പരിഭാഷപ്പെടുത്തി എഴുതിയപ്പോൾ ആ പുസ്തകത്തിന് പേര് നൽകിയത് തുഹ്ഫത്ത് ഉൽ മുവാവുദ്ദീൻ എന്നാണ്. തുഹ്ഫത്ത് ഉൽ മുവാവുദ്ദീൻ. സെറ്റാണേ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്തൊക്കെയാ? വേദാന്തഗ്രന്ഥം, യേശുവിന്റെ കൽപ്പനകൾ, ഇന്ത്യൻ തത്വചിന്തയുടെ ചരിത്രം, ഏക ദൈവവിശ്വാസികൾക്കൊരു ഉപഹാരം. അതിന്റെ മറ്റൊരു പേർഷ്യൻ ഭാഷയിലെ പേരാണ് തുഹ്ഫത്ത് ഉൽ മുവാവുദ്ദീൻ. തുഹ്ഫത്ത് ഉൽ മുവാവുദ്ദീൻ. സെറ്റാണേ. ഇനി തുഹ്ഫത്തുൽ മുജാഹുദ്ദീൻ എഴുതിയത് ആരാ? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. തുഹ്ഫത്ത് ഉൽ മുജാഹുദ്ദീൻ എന്ന പുസ്തകം എഴുതിയത്, മുജാഹിദ്ദീൻ എന്ന പുസ്തകം എഴുതിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. ഷെയ്ഖ് സൈനുദ്ദീൻ. ഷെയ്ഖ് സൈനുദ്ദീന്റെ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത കേരള ചരിത്രത്തെ കുറിച്ച്, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരെ കുറിച്ച്, കേരള ചരിത്രത്തെ കുറിച്ച് പരാമർശമുള്ള ആദ്യത്തെ അറബി മലയാളം കൃതിയാണ്. കേരള ചരിത്ര പരാമർശമുള്ള ആദ്യത്തെ അറബി മലയാളം കൃതിയാണ്
തുഫത്തുൽ മുജാഹിദീൻ. അതെഴുതിയ ഷൈഖ് സൈനുദ്ദീനെ കേരള ചരിത്രത്തെക്കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ മലയാളി എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ കേരള ചരിത്രത്തെക്കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ കേരളീയനാണ് ആര്? ഷൈഖ് സൈനുദ്ദീൻ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് തുഫത്തുൽ മുജാഹിദീൻ. അല്ലെങ്കിൽ ആ പുസ്തകത്തെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാം, കേരള ചരിത്ര പരാമർശമുള്ള ആദ്യത്തെ അറബി മലയാളം കൃതി ഏത്? തുഫത്തുൽ മുജാഹിദീൻ. സെറ്റാണേ, ഗുഡ്. ഇനി അടുത്ത് പഠിക്കാം. അടുത്ത് പഠിക്കുന്നു, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? നമ്മുടെ രാജാറാം മോഹൻ റോയ്. 1830 അദ്ദേഹം സന്ദർശിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ സന്ദർശിച്ച് ആർക്ക് വേണ്ടിയിട്ട്? അക്ബർ ഷാ രണ്ടാമന് പെൻഷൻ അനുവദിക്കുന്നതിനും മറ്റ് ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനും ബ്രിട്ടനിൽ പോയി സംസാരിച്ച വ്യക്തിത്വമാണ്, ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി സംവദിച്ച വ്യക്തിത്വമായിരുന്നു റാം മോഹൻ റോയ്. അതുകൊണ്ടാണ് റാം മോഹൻ റോയ്ക്ക് രാജ എന്ന പേര് ആര് കൊടുക്കുക? നമ്മുടെ അക്ബർ ഷാ രണ്ടാമൻ. തുടർന്ന് വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന മധ്യേ 1833 സെപ്റ്റംബർ മാസം 27-ാം തീയതി 1833 സെപ്റ്റംബർ മാസം 27-ാം തീയതി അദ്ദേഹം അവിടെ വെച്ച് തന്നെ അന്തരിക്കുകയാണ്. ഈ സെപ്റ്റംബർ 27 എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? സെപ്റ്റംബർ 27 അന്തർദേശീയ വിനോദസഞ്ചാര ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 27. അന്തർദേശീയ വിനോദസഞ്ചാര ദിനം, കേട്ടോ, മനസ്സിലുണ്ടാവട്ടെ. അങ്ങനെ ഇംഗ്ലണ്ടിൽ വെച്ച് മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇംഗ്ലണ്ടില് ഹിന്ദുമത വിശ്വാസമില്ല. യഥാർത്ഥത്തിൽ രാംമോഹൻ റോയ്യാരാണ് ഹിന്ദുമതത്തില് ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച വ്യക്തിത്വമാണ്. സാധാരണ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കുകയാണ് പതിവ്. പക്ഷെ ഇംഗ്ലണ്ടിൽ വെച്ച് മരിച്ചു. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മതം എന്ന് പറയുന്നത് ക്രിസ്തുമതമാണ്. ഒന്നെങ്കിൽ അവിടെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗമാണ്, അതായത് ആംഗ്ലിക്കൻ സഭ, അല്ലെങ്കിൽ മറ്റൊരു മതം എന്താണ്? കത്തോലിക്ക ക്രിസ്തുമതം. പിന്നെ ചുരുക്കം ചിലര് യഹൂദ പാരമ്പര്യമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അവിടെ മൃതദേഹം ദഹിപ്പിക്കില്ല, സംസ്കരിക്കുകയാണ് ചെയ്യുക. ദേവാലയത്തോട് ചേർന്ന സംസ്കാര പ്രദേശത്താണ് സംസ്കരിക്കുക. ഈ ദേവാലയത്തോട് ചേർന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ സിമിത്തേരി എന്ന് വിളിക്കുക. അപ്പോ നമ്മുടെ രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ടിൽ വെച്ച് മരിച്ചപ്പോൾ അദ്ദേഹത്തെ സംസ്കരിച്ചത് എവിടെയാണ്? അർണോസ് വാലി സിമിത്തേരിയിലാണ്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന സ്ഥലത്തെ അർണോസ് വാലി സിമിത്തേരിയിലാണ്. ഈ അർണോസ് വാലി എന്ന് പറയുന്നത് വൈദികര് പഠിക്കുന്ന ഒരു ആശ്രമമായിരുന്നു, കേട്ടോ. അർണോസ് വാലി സിമിത്തേരിയിലായിരുന്നു. അതെവിടെയാ? ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന സ്ഥലത്ത്. ഒടുവിൽ രാജാറാം മോഹൻറോയുടെ ബന്ധുക്കൾക്ക് ഇദ്ദേഹത്തിന്റെ മൃതശരീരം കിട്ടണമെന്നും, കാരണം ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ഈ മൃതദേഹം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന സാരം എന്ത് ചെയ്യണം? പൂജാകർമ്മങ്ങൾക്ക് വിധേയമാക്കണം. എങ്കിൽ മാത്രമേ ആത്മാവിന് ശാന്തി കിട്ടൂ എന്നൊരു വിശ്വാസമാണത്, അല്ലെ? സാരം അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എല്ല് കിട്ടണം എന്ന് നമ്മൾ പറയും, അല്ലെ? അതുകൊണ്ട് മരണാനന്തര ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആത്മാവിന് മോക്ഷം ലഭിക്കുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ സംസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് മരണാനന്തര ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആത്മാവിന് മോക്ഷം കിട്ടത്തുള്ളൂ എന്ന് രാജാറാം മോഹൻ റോയിയുടെ കുടുംബക്കാര് വിശ്വസിച്ചിരുന്നു. എന്നാൽ രാജാറാം മോഹൻറെ കുടുംബക്കാര് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തയ്യാറായില്ല. കാരണം ആ കാലയളവില് ബ്രാഹ്മണ സമുദായ അംഗങ്ങൾ കടൽ കടന്ന് പോകാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കടൽ കടന്നു പോയാൽ കുടുംബം തന്നെ നശിച്ചു പോകും എന്നൊരു വിശ്വാസം. അത് അന്ധവിശ്വാസമാണെന്ന് ഒരു വിഭാഗം പറയുന്നു, അല്ല ശരിയായ വിശ്വാസമാണെന്ന് മറ്റൊരു വിഭാഗം. അതേ കാഴ്ചപ്പാട് കേരളത്തിൽ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഇടയിലും അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാര് ഇംഗ്ലണ്ടിലേക്ക് കടൽ കടന്നു പോകാൻ തയ്യാറായില്ല. കടൽ കടന്നു പോകാൻ തയ്യാറായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തോടു കൂടി എന്ത് ചെയ്തു? തിരുവിതാംകൂറിലെ രാജഭരണം അവസാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടം അവസാനിക്കാൻ കാരണം ഇദ്ദേഹം കടൽ കടന്നു പോയത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട്. ഓക്കെ, എനിവേ നമ്മൾ വിശ്വാസത്തിലേക്ക് പോകുന്നില്ല, നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ അദ്ദേഹത്തിന്റെ മൃതശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോറും പിന്നെ കേശവചന്ദ്ര സെനുമാണ്. കാരണം ഈ രണ്ടുപേരുമായിരുന്നു ആ സമയത്ത് നമ്മുടെ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ഏത് സംഘടനയില? ബ്രഹ്മസമാജത്തിലെ സജീവ പ്രവർത്തകർ എന്ന് പറയുന്നത്. പക്ഷെ ഇവർക്ക് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഇടയിൽ ഹോൾഡ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ ആരാ ഇതിന് സഹായം നൽകിയേ? അപ്പൊ നമ്മൾ ചേർത്ത് പഠിക്കും. അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛന്റെ പേരെന്താ? ദ്വാരകാനാഥ ടാഗോർ. ആരാണ് ഈ ദ്വാരകാനാഥ ടാഗോർ എന്ന് പറയുന്നേ? ഒന്നുകിൽ
നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ മുത്തശ്ശൻ എന്ന് പറയാം, അല്ലെങ്കിൽ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛൻ എന്ന് പറയാം. ആരായിരുന്നു? സമ്പന്നനായ ഒരു വൻകിട സെമീന്ദാറായിരുന്നു. വൻകിട സെമീന്ദാറായിരുന്നു. വൻകിട സെമീന്ദാർ. ഇയാളെ കുറിച്ച് നമ്മൾ വീണ്ടും പഠിക്കും കേട്ടോ. ബംഗാളില് സെമീന്ദാറുമായിരുന്നു ഭൂവുടമകൾ എന്ന് പറയുന്നത് അല്ലെ. 1793 നമ്മുടെ കോൺവാലിസ് കുറിപ്പ് തുടക്കം കുറിച്ച സെമീന്ദാരി സമ്പ്രദായത്തിലൂടെ സെമീന്ദാർമാർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തിരിച്ചുപിടിക്കുകയും ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് നികുതി സെമീന്ദാർമാർ പിടിച്ചെടുത്ത് ബ്രിട്ടീഷുകാർ നൽകുന്ന രീതിയാണ് പിന്തുടർന്നത്. അതാണ് 1793 കോൺവാലിസ് കൊണ്ടുവന്ന പെർമനന്റ് സമ്പ്രദായം അല്ലെ. പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതി അഥവാ നമ്മൾ എന്തെന്ന് പറയും? സെമീന്ദാരി സമ്പ്രദായം എന്ന് പറയും. അത് പ്രകാരം ഒരു വൻകിട സെമീന്ദാറായി മാറിയ വ്യക്തിത്വമാണ് ആര്? ദ്വാരകാനാഥ ടാഗോർ. അപ്പൊ സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷുകാർക്ക് നീതി കൊടുക്കുന്ന ആളാണ്, വൻകിട സെമീന്ദാറാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുമായി നല്ല ഇടപഴക്കമുള്ള വ്യക്തിയായിരുന്നു ആര്? ദ്വാരകാനാഥ ടാഗോർ. ആ ഒരു ഹോൾഡ് വെച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? രാജാറാം മോഹൻ റോയുടെ മൃതശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. PSC ചിലപ്പോ ഓപ്ഷനിൽ ആരുടെ പേര് തരും? രാജാറാം മോഹൻറോയുടെ സുഹൃത്തായ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ പേര് തരും. മറ്റു ചിലപ്പോൾ ആരുടെ പേര് തരും? ദേവേന്ദ്രനാഥ ടാഗോറിന്റെ പിതാവും വൻകിട സെമീന്ദാറും ബ്രിട്ടീഷുകാരുമായി നല്ല രീതിയിൽ ഇടപഴകുന്ന ദ്വാരകാനാഥ ടാഗോറിന്റെ പേര് തരും. കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. എങ്കിലും മനസ്സിലുണ്ടായിരിക്കട്ടെ ദ്വാരകാനാഥ ടാഗോറിന്റെ പേര്. അപ്പോ രാജാറാം മോഹൻ റോയിയുടെ മൃതശരീരം അല്ലെങ്കിൽ ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരുടെ നേതൃത്വത്തിൽ? ഒന്നുകിൽ ദ്വാരകാനാഥ ടാഗോർ അല്ലെങ്കിൽ ദേവേന്ദ്രനാഥ ടാഗോർ. കൂടെ ആരുടെ ഉണ്ടായിരുന്നു? കേശവചന്ദ്ര സെൻ. യഥാർത്ഥത്തിൽ 3 പേരും അതിലുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. പക്ഷെ PSC ഏതെങ്കിലും ഒരാൾ ഓപ്ഷനിലല്ലേ തരത്തുള്ളൂ. അങ്ങനെ തന്നപ്പോഴാണ് ദ്വാരകാനാഥ ടാഗോർ ചിലപ്പോൾ തരാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ആരുടെ പേര് തരാറുണ്ട്? ദേവേന്ദ്രനാഥ ടാഗോറിനെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ 2 പേരുടെ പേരും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്കിൽ 2 പേരും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അച്ഛന്റെ പേര്, ദേവേന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛനായ ദ്വാരകാനാഥ ടാഗോറിന്റെ പേര് തന്നെ എഴുതും. 2 പേരും ഒരുപക്ഷെ ചോദിച്ചാൽ, ഇതോട് ചോദിച്ചിട്ടില്ല, ഒരുപക്ഷെ ചോദിച്ചാൽ 2 പേരും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ദ്വാരകാനാഥ ടാഗോറിന്റെ പേര് സെറ്റാണ്. 2 പേരും ഒരു പങ്കാളിയാണ്, കൂടാതെ കേശവചന്ദ്ര സെൻ. അപ്പൊ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് 1830 ആരാ? രാജാറാം മോഹൻ റോയ്. അക്ബർ ഷാ രണ്ടാമന്റെ അംബാസിഡറായി. തുടർന്ന് ഒരുപാട് തവണ അദ്ദേഹം ഇംഗ്ലണ്ട് സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ട് സന്ദർശിച്ചപ്പോൾ അവിടെ വെച്ച് രാജാറാം മോഹൻ റോയ് മരണമടയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംസ്കരിച്ചത് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന സ്ഥലത്തെ അർണോസ് വാലി സെമിത്തേരിയിലാണ്. തുടർന്ന് രാജാറാം മോഹൻ റോയുടെ ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ദ്വാരകാനാഥ ടാഗോറിന്റെ പ്രവർത്തന ഫലമായി ആരൊക്കെ ചേർന്ന? ദേവേന്ദ്രനാഥ ടാഗോറും കേശവചന്ദ്ര സെൻ. സെറ്റാണേ. അപ്പൊ പൂർണ്ണമായിട്ട് നമുക്ക് രാജാറാം മോഹൻ റോയ് ഒന്ന് റിവിഷൻ ചെയ്യാം. റിവിഷൻ ചെയ്തതിന് ശേഷം രാജാറാം മോഹൻ റോയ് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പഠിച്ചുകൂടെ എന്ത് ചെയ്യും? അവസാനിപ്പിക്കും. ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് മനസ്സിൽ വരട്ടെ, എന്നിട്ട് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ പഠിക്കാം. അതായിരിക്കും നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പം. ഓക്കെ, നമ്മൾ തുടക്കം തുടർന്ന് റിവിഷൻ ചെയ്യണം കേട്ടോ. അപ്പൊ രാജാറാം മോഹൻ റോയ് കാലഘട്ടം ഒന്നും കാണാതെ പഠിക്കേണ്ട. നിങ്ങൾ ഏത് കാലഘട്ടത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തരുന്നത് കേട്ടോ. പക്ഷെ മരിച്ച ഡേറ്റ് മാത്രം പഠിക്കണം. 1833 സെപ്റ്റംബർ 27. സെറ്റ്. അപ്പോ റാം മോഹൻ റോയ് ജനനം ബംഗാളിലാണ്. രാജ എന്ന പേര് നൽകിയത് മുഗൾ ഭരണാധികാരിയായ അക്ബർ ഷാ രണ്ടാമൻ. അക്ബർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യത്തിലെ 19ാമത്തെ ഭരണാധികാരിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം, ശിശുഹത്യ, ശൈശവ വിവാഹം, സതി, ജാതി വ്യവസ്ഥിതി എന്നിവയ്ക്കെതിരെ പോരാടി. ഈ സെന്റൻസ് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും, ഈ സെന്റൻസ് ഒക്കെ നമ്മൾ പഠിക്കണോ എന്ന് വിചാരിക്കും. പ്രിയ ഉദ്യോഗാർത്ഥികളെ, SCRT പുസ്തകത്തിലുള്ള സെന്റൻസ് ആണോ? ചിലപ്പോൾ ഇങ്ങനെയാണ് PSC ചോദിച്ചു കളയും സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അതുകൊണ്ടാണ് ആ സെന്റൻസ് അങ്ങനെയാണ് ഞാൻ തന്നത്. നമുക്ക് പഠിക്കുമ്പോൾ ബോറായിട്ടൊക്കെ തോന്നും ഈ സെന്റൻസ് കാണുമ്പോൾ കേട്ടോ. പക്ഷെ ദയവായിട്ട് ഓർമ്മിക്കുക, വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം, ശിശുഹത്യ, ശൈശവ വിവാഹം, സതി, ജാതി വ്യവസ്ഥയ്ക്ക് എന്നൊക്കെതിരേക്ക് പോരാടിയ വ്യക്തിത്വമാണ് ആര്? നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുക. ഓക്കെ, അടുത്ത് പറയുന്നു പ്രവർത്തന ലക്ഷ്യം പാശ്ചാത്യ പൗരസ്ത്യ സാംസ്കാരിക സമ്മിശ്രം. ഇദ്ദേഹം ആരംഭിച്ച ആദ്യ സംഘടന ആത്മീയ സഭയാണ്. 1815. ആത്മീയ സഭ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ്. ലക്ഷ്യം സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക. അതിനുവേണ്ടി എന്ത് വേണം? പാശ്ചാത്യ വിദ്യാഭ്യാസം വേണം. അങ്ങനെ വിദ്യാഭ്യാസം കിട്ടിയാൽ സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ അനാചാരങ്ങൾക്കെതിരെ പോരാടുക. ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന എന്ന് പറയുന്നത് ആത്മീയ സഭ തന്നെ.
തുടർന്ന് ഇന്ത്യൻ ജനതയ്ക്ക് വിദ്യാഭ്യാസം ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ശ്രമിച്ചു. കാരണം ആത്മീയ സഭ ലക്ഷ്യം സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കാനാണ്. അതിനുവേണ്ടി എന്ത് വേണം? വിദ്യാഭ്യാസം കൊടുക്കണം അല്ലെ? അങ്ങനെ 1817 കൽക്കട്ടയിലെ ഹിന്ദു കോളേജ് സ്ഥാപിക്കുവാൻ ഡേവിഡ് ഹാരയ്ക്ക് സഹായം നൽകി. ഇവിടെ ഹിന്ദു കോളേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഒരു കോളേജ് എന്നർത്ഥം. ആധുനിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി. ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നല്ല. അതിന് കാരണം ഹിന്ദു എന്ന വാക്ക് വിദേശികൾക്ക് പരിചിതമാണ്. ഇന്ത്യക്കാരെ പൊതുവായി വിദേശത്ത് അറിയപ്പെട്ടിരുന്ന ഹിന്ദുക്കൾ എന്നായിരുന്നു. ആ ഹിന്ദു എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആരാണ്? അറബികൾ. 1856 ഈ ഡേവിഡ് ഹാരെ 1817 ആരംഭിച്ച ഹിന്ദു കോളേജ് എന്തായിട്ട് മാറി? പ്രസിഡൻസി കോളേജായി മാറുകയും ചെയ്തു. അത് കാലാന്തരത്തിൽ. തുടർന്ന് രാജാറാം മോഹൻ റോയ് സ്വമേധയാ ആരംഭിച്ച ഒരു കോളേജ് ആയിരുന്നു വേദാന്ത കോളേജ്. വേദാന്ത കോളേജ് 1817 ആരംഭിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അധ്യാപന മേഖലയിലെ പരിചയക്കുറവ് കൊണ്ട് ആധികാരികമായ കോഴ്സുകൾ ആരംഭിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ബ്രിട്ടീഷ് അംഗീകാരത്തോടുകൂടി കോഴ്സുകൾ ആരംഭിക്കുന്നത് 1825 അങ്ങനെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ബംഗാൾ പ്രവിശ്യയിലെ കൽക്കട്ടയിലെ ജനങ്ങൾ കുറേയധികം ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസം നേടി. അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സാമൂഹിക പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച സംഘടനയായിരുന്നു ബ്രഹ്മസഭ. ബ്രഹ്മസഭയുടെ ലക്ഷ്യം ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക, ഹിന്ദുമതത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉന്മൂലനം ചെയ്യുക. ബ്രഹ്മസഭയുടെ പ്രസിഡന്റ് രാജാറാം മോഹൻ റോയും സെക്രട്ടറി താരാചന്ദ് ചക്രവർത്തിയുമായിരുന്നു. 1830 ബ്രഹ്മസമാജം എന്ന പേര് മാറ്റിയത് പുനർനാമകരണം ചെയ്തത് രാജാറാം മോഹനയുടെ സുഹൃത്തും സന്തത സഹചാരിയുമായ ദേവേന്ദ്രനാഥ് ടാഗോർ. ദേവേന്ദ്രനാഥ് ടാഗോർ ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതി. അത് ബ്രഹ്മധർമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രഹ്മധർമ്മം, ബ്രഹ്മസമാജത്തിന്റെ കടമ, ധർമ്മം. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മധർമ്മ എന്ന പുസ്തകത്തെ ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നാണ് വിശേഷിപ്പിക്കുക. 1833 റാം മോഹൻ റോയുടെ മരണശേഷം ദേവേന്ദ്രനാഥ് ടാഗോർ എന്ത് ചെയ്തു? ബ്രഹ്മസമാജത്തിന് നേതൃത്വം ഏറ്റെടുത്തു. 1866 ബ്രഹ്മസമാജം രണ്ടായി വീടുതിരിഞ്ഞു. ഒന്ന് ആദി ബ്രഹ്മസമാജം, പരമ്പരാഗതമായി രാജാറാം മോഹന്റെ തുടക്കം കുറിച്ച ലക്ഷ്യത്തിൽ അനുഷ്ഠിച്ച് ജീവിക്കുന്നവർ. അതിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ഹിന്ദുമത വിശ്വാസത്തോട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നവീനമായ ഒരു ആശയപ്രചരണം ആരംഭിക്കാൻ വേണ്ടിയിട്ട് കേശവചന്ദ്ര സെൻ എന്താരംഭിച്ചു? ഭാരതീയ ബ്രഹ്മസമാജം ആരംഭിച്ചു. പുതുതായി രൂപം കൊണ്ടത് എന്ന അർത്ഥത്തിൽ ഈ ഭാരതീയ ബ്രഹ്മസമാജം എന്ത് പേരിൽ അറിയപ്പെടുന്നു? നവവിധാൻ ബ്രഹ്മസമാജം എന്ന് അറിയപ്പെടുന്നു. 1829 ഡിസംബർ 4 റാം മോഹൻ റോയുടെ പ്രേരണയാൽ സതീനുഷ്ഠാനം നിരോധിച്ചത് വില്യം ബെന്റിക് പ്രഭു ആണ്. വില്യം ബെന്റിക് പ്രഭു 1829 തന്നെ എന്തും നിരോധിച്ചിട്ടുണ്ട്? ശൈശവ വിവാഹവും നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ശിശുഹത്യ നിരോധിച്ചത് 1802 റിച്ചാർഡ് വെല്ലസ്ലി ആണെന്ന് മനസ്സിലുണ്ടാവണം. പെൺശിശുഹത്യ നിരോധിച്ചത് 1846 ഹാർഡിഞ്ച് ഒന്നാമനാണെന്ന് നമ്മൾ ആൾറെഡി പഠിച്ചു. സ്വതന്ത്ര ഇന്ത്യയിൽ സതി നിരോധനം നിലവിൽ വന്നത് 1987 നിയമത്തിലൂടെയാണെന്ന് മനസ്സിലുണ്ടാവണം. ഇനി രാജാറാം മോഹൻ റോയുടെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ 2 പത്രവും 1 മാസികയും. 1821 സമ്മത് കൗമുദി ബംഗാളി ഭാഷയിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ ദേശീയതയെ കുറിച്ചുള്ള ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ച പത്രമായിരുന്നു സമ്മത് കൗമുദി. 1822 മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിൽ അക്ബർ ഷാ രണ്ടാമന്റെ സദ്ഭരണത്തെ കുറിച്ചുള്ള ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ. ഇദ്ദേഹം ആരംഭിച്ച മാസികയുടെ പേര് തത്വവാരിക. ഒരു മാസികയുടെ പേര് ആരംഭിച്ചു. മാസികയുടെ പേര് എന്താണ്? തത്വ കൗമുദി എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ചുരുക്കി പിന്നീട് തത്വവാരിക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. യഥാർത്ഥ പേര് തത്വ കൗമുദി അല്ലെങ്കിൽ തത്വവാരിക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓപ്ഷനിൽ തരിക. കൃത്യമായി പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച മാസികയുടെ പേര് എന്താണ്? തത്വ കൗമുദി അല്ലെങ്കിൽ തത്വവാരിക എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ: 1 വേദാന്ത ഗന്ധം, 2 യേശുവിന്റെ കൽപ്പനകൾ, 3 ഇന്ത്യൻ തത്വചിന്തയുടെ ചരിത്രം, 4 ഏക ദൈവവിശ്വാസികൾക്ക് ഒരു ഉപകാരം. ഏക ദൈവവിശ്വാസികൾക്ക് ഒരു ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. അദ്ദേഹം മലയാളത്തിൽ പുസ്തകമൊന്നും എഴുതിയിട്ടില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലും പേർഷ്യൻ ഭാഷയിലാണ് എഴുതിയത്. ഇംഗ്ലീഷ് എഴുതിയപ്പോൾ എ ഗിഫ്റ്റ് ടു മോണോതെയിസ്റ്റ് എന്ന പേര് നൽകി. പേർഷ്യൻ ഭാഷയിൽ എഴുതിയപ്പോൾ അതിന് തുഹ്ഫത്ത് ഉൽ മുവാവുദ്ദീൻ എന്ന പേര് നൽകി. അതേസമയമുള്ള മറ്റൊരു പുസ്തകമുണ്ട്, തുഹ്ഫത്തുൽ മുജാഹുദ്ദീൻ. തുഹ്ഫത്തുൽ മുജാഹുദ്ദീൻ എന്ന പുസ്തകം എഴുതിയത് ഷൈഖ് സൈനുദ്ദീൻ ആണ്. ഈ ഷൈഖ് സൈനുദ്ദീൻ എഴുതിയ തുഹ്ഫത്തുൽ മുജാഹുദ്ദീന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? കേരള ചരിത്ര പരാമർശമുള്ള ആദ്യത്തെ അറബി മലയാളം കൃതി. അത് എഴുതിയ ഷൈഖ് സൈനുദ്ദീനെ നമ്മൾ എങ്ങനെ വിളിക്കും? കേരള ചരിത്രത്തെ കുറിച്ച് പരാമർശിച്ച ആദ്യ കേരളീയൻ എന്ന്. കേട്ടോ. അപ്പോ രാജാറാം മോഹൻ റോയ് ജീവിച്ചിരുന്ന കാലഘട്ടത്ത് ബംഗാൾ പ്രവിശ്യയില് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ തന്നെ യൂറോപ്യൻ മിഷണറി സമൂഹം ഉണ്ടായിരുന്നു. ആ യൂറോപ്യൻ മിഷണറി സമൂഹത്തിൽ നിന്ന്, അവരുടെ മതപ്രചരണത്തിൽ നിന്നാണ് അദ്ദേഹം ആരെക്കുറിച്ച് അറിയുക? ക്രൈസ്റ്റിനെ കുറിച്ച് അറിയുക. അതുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് എല്ലാവരെയും സ്നേഹിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട്
ക്രൈസ്റ്റ് പറഞ്ഞ എല്ലാവരെയും സ്നേഹിക്കണമെന്ന ആശയം അദ്ദേഹം പുസ്തകം എഴുതി വെച്ചു, യേശുവിന്റെ കൽപ്പനകൾ. അല്ലാതെ 10 കൽപ്പനകളല്ല എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, യേശുവിന്റെ കൽപ്പനകൾ കേട്ടോ. ഇനി ഇന്ത്യയിൽ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം നമ്മൾ പറഞ്ഞു വെച്ചു എന്താണ്? ഫോർ ഗോസ്പൽസ്. എവിടെ നിന്ന് അച്ചടിച്ച്? 1816 കൽക്കട്ടയിൽ നിന്ന്. ഇന്ത്യയിലെ യൂറോപ്യൻ മിഷണറിമാർക്ക് പ്രവർത്തന അനുമതി ലഭിച്ചത് ഏത് വർഷം? 1813 ചാർട്ടർ നിയമപ്രകാരവും. നമ്മൾ ആൾറെഡി ഗവർണർ ജനറൽമാരൊക്കെ പഠിച്ചു, ചാർട്ടർ നിയമങ്ങൾ പഠിച്ചു. അവിടെ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശരിയല്ലേ? നിങ്ങൾ പഠിച്ചില്ലേ? പഠിച്ചു. യെസ്. ഇതൊക്കെ വീണ്ടും നമുക്ക് റിവിഷൻ ചെയ്യേണ്ടി വരുമെന്നത് കൊണ്ടാണ് ആദ്യം നമ്മൾ അത് പഠിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് തന്നെ 1830. അക്ബർ ഷാ രണ്ടാമന്റെ അംബാസിഡർ, അതായത് പ്രതിനിധിയായിട്ട് അദ്ദേഹത്തിന്റെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും സ്ഥാപിച്ചു കിട്ടാൻ. അക്ബർ ഷാ രണ്ടാമന് ആംഗ്ലേയം അറിയത്തില്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ടാണ് രാജാറാം മോഹൻ റോയ് അക്ബർ ഷാ രണ്ടാമന്റെ പ്രതിനിധിയായിട്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ അടുക്കിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് എത്തിച്ചേരുക. വീണ്ടും പലതവണ പോയി ഒടുവിൽ 1833 സെപ്റ്റംബർ 27 തീയതി ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹം മരിക്കുകയാണ്. അങ്ങനെ മരിച്ചപ്പോൾ അദ്ദേഹത്തെ ക്രിസ്തീയ മതവിശ്വാസ പ്രകാരം, അവിടെ കാരണം ക്രിസ്തുമതമാണുള്ളത്, ഒന്ന് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമതം, രണ്ട് കത്തോലിക്ക ക്രിസ്തുമതം, പിന്നെ യഹൂദന്മാർ. പൊതുവായിട്ട് അവരുടെ കാഴ്ചപ്പാട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം സംസ്കരിക്കുക എന്നതാണ്. അങ്ങനെ രാജാറാം മോഹൻ റോയിയെ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിലെ അർണോസ് വാലി സെമിത്തേരിയിൽ സംസ്കരിച്ചു. തുടർന്ന് നമ്മുടെ രാജാറാം മോഹൻ റോയിയുടെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ദേവേന്ദ്രനാഥ ടാഗോറും കേശവചന്ദ്ര സെനും. അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക രാഷ്ട്രീയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ദേവേന്ദ്രനാഥ ടാഗോറിന്റെ പിതാവും വൻകിട സമീന്ദാറുമായിരുന്ന ദ്വാരകാനാഥ ടാഗോറുമാണ്. അതുകൊണ്ട് ചില അവസരങ്ങളിൽ ഓപ്ഷനിൽ രാജാറാം മോഹൻറോയുടെ ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചപ്പോൾ ദ്വാരകാനാഥ ടാഗോർ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. മറ്റു ചില അവസരങ്ങളിൽ ദേവേന്ദ്രനാഥ ടാഗോർ. ഇനി രണ്ടുപേരും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ദ്വാരകാനാഥ ടാഗോർ എഴുതുക. ചിലപ്പോൾ രണ്ടുപേരും ഓപ്ഷനിൽ തന്നു കഴിഞ്ഞാൽ രണ്ടും ആൻസർ വരുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും ചോദിക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ രാജാറാം മോഹൻറോയുടെ ഭൗതിക ശരീരം താഴെ പറയുന്നതിൽ ആരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? 1 ദേവേന്ദ്രനാഥ ടാഗോർ, 2 ദ്വാരകാനാഥ ടാഗോർ, 3 കേശവചന്ദ്ര സെൻ. ആൻസർ എന്താണ്? 1, 2, 3. ശരി, 3ഉം ശരി. സെറ്റ്. ഇനി രാജാറാം മോഹനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായും പഠിച്ചല്ലോ. ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത് സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചതുകൊണ്ട് സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. കാരണം എന്താ? 1815 ഇദ്ദേഹം ആത്മീയ സഭ ആരംഭിച്ചു. ആത്മീയ സഭയുടെ ലക്ഷ്യം എന്താണ്? ആത്മീയ സഭയുടെ ലക്ഷ്യം എന്താണ്? സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. സ്വതന്ത്ര ചിന്ത പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അനാചാരങ്ങൾക്കെതിരെ. അത് സാമൂഹിക പരിഷ്കരണമാണ്, സമ്മതിച്ചു. ഇനി എന്തുകൊണ്ടാണ് മതപരിഷ്കരണം കൂടെ ചേർത്ത് പറയണേ? 1828 ബ്രഹ്മസമാജം ആരംഭിച്ചു. ബ്രഹ്മസമാജത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നടാ? നമ്മൾ പഠിച്ചു, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്താ? ഹിന്ദു മതത്തെ ശുദ്ധീകരിക്കുക. അവിടെ മത പരിഷ്കരണം കൊണ്ടുവന്നു, അല്ലെ? മത നവീകരണം കൊണ്ടുവന്നു. അപ്പൊ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ, പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയപ്രചരണം എന്നാണ്. സാമൂഹിക നവീകരണത്തിനും മതനവീകരണത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അതുകൊണ്ട് അദ്ദേഹത്തെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാ? നമ്മൾ പഠിച്ചു 1821 സമ്പദ് കൗമുദി എന്ന ബംഗാളി ഭാഷയിലെ പത്രം ആരംഭിച്ചത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ദേശീയത എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? 1821 ബംഗാളി പത്രം ആരംഭിക്കുക. ദേശീയതയെ സൂചിപ്പിക്കുന്ന ഒട്ടനവധി ആവശ്യങ്ങൾ ഇദ്ദേഹം ബ്രിട്ടീഷുകാരുടെ മുൻപിൽ എത്തിക്കുകയും ചെയ്തു. ഇന്ത്യൻ ദേശീയ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകണമെന്നും പാശ്ചാത്യ പൗരസ്ത്യ സാംസ്കാരിക മിശ്രണത്തിന് ഇദ്ദേഹം ആഹ്വാനം ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കാം. കൂടാതെ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് വിളിക്കാം. ഭാവിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ സമൂഹം പുരോഗതിയിലേക്ക് കടക്കുകയുള്ളൂ എന്ന് മുൻകൂട്ടി ചിന്തിച്ച വ്യക്തിത്വമാണ്. ബ്രിട്ടീഷുകാർ തന്നെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? 1835 മെക്കാളെ മിനിറ്റ്സിന്റെ നിർദ്ദേശപ്രകാരമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എപ്പോഴാ? 1835 മെക്കാളെ മിനിറ്റ്സിന്റെ നിർദ്ദേശപ്രകാരം. അതിനും 18 വർഷങ്ങൾക്ക് മുൻപ് 1817 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഭാവിയിലെ ഇന്ത്യൻ ജനതയ്ക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് ഹാരയ്ക്ക് എന്ത് ചെയ്തു? ഹിന്ദു കോളേജ് ആരംഭിക്കാൻ സഹായം നൽകുകയും വേദാന്ത കോളേജിന് തുടക്കം കുറിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് രാജാറാം മോഹൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കും. കൂടാതെ ആധുനിക ഇന്ത്യയുടെ പിതാവെന്ന്. അപ്പോ രാജാറാം മോഹനെ വിശേഷിപ്പിക്കുന്ന പേരുകൾ എന്തൊക്കെയാ?
സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. 2 ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്. 3 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. 4 ഇന്ത്യൻ ദേശീയത്തിന്റെ പ്രവാചകൻ. 5 ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ. 6 ആധുനിക ഇന്ത്യയുടെ പിതാവ്. ഇതുകൂടാതെ രവീന്ദ്രനാഥ ടാഗോർ വിളിച്ച പേരായിരുന്നു നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിട്ട് വന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ പേരുകളൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുണ്ട്. ദേശീയ പ്രസ്ഥാനം പഠിക്കുമ്പോഴും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം പഠിക്കുമ്പോഴും. അപ്പോഴൊക്കെ ചെറിയൊരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ ആൻസർ മാറിപ്പോകും. ഇതൊക്കെ PSC യുടെ ചോദ്യമാണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനെ ഒരുപാട് തവണ PSC ചോദിച്ചു. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് തന്നെ. എന്നാൽ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പറയണം. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണാധികാരി എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ഡൽഹൌസിയുടെ പേര് പറയണം. ശരിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടാവരുതേ. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ആധുനിക ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഡൽഹൌസി എന്നും പറയണം. വളരെ പ്രാധാന്യം. സെറ്റാണേ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. രാജാറാം മോഹൻ റോയുടെ വിശേഷണങ്ങൾ. സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നവോത്ഥാനം പഠിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് പഠിക്കണം, ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ പഠിക്കണം. ഓക്കെ, അതുകൊണ്ട് ദയവായി ഓർമ്മിക്കുക, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. എന്നാൽ ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വില്യം ബെന്റിക് പ്രഭു. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭു ആണ്. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു അല്ലെ? ഗവർണർ ജനറൽമാർ പഠിച്ചപ്പോ മറക്കല്ലേ? ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്, ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡൽഹൌസി. ഓക്കെ, ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭു ആണ്. കാരണം 1835 മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് കൊണ്ടും ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? 1835 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടക്കം കുറിക്കാൻ തീരുമാനിക്കുന്നത്. അതിന് മുമ്പ് തന്നെ രാജാറാം മോഹൻ റോയ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു എന്ന കാഴ്ചപ്പാടോട് കൂടിയാണ് ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പ്രവാചകൻ എന്ന് ആര് വിളിക്കുന്നത്? രാജാറാം മോഹൻ റോയ്. അപ്പോൾ വളരെ പ്രാധാന്യമുണ്ട്. രാജാറാം മോഹൻ റോയ് കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ക്ലാസ് കുറച്ച് ദൈർഘ്യം കൂടിയത്. പ്രിയ വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഇത് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കൃത്യമായി പഠിക്കുക, മുന്നോട്ട് പോവുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച്. ഓക്കെ, ബൈ ബൈ.